ഈമാൻ എന്താ? ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുക. നമുക്കൊക്കെ അള്ളാഹിനെ അറിയാം. അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. എല്ലാവരും മോമിനീങ്ങളാണ് അല്ലെ? അള്ളാഹിനെ വിശ്വസിക്കാത്ത ആരുമില്ലല്ലോ ഈ കൂട്ടത്തിൽ. ഉണ്ടെന്ന് പറയാൻ തന്നെ പേടിയാണ്. ഉണ്ടെന്ന് ആരും പറയൂല. അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എല്ലാവരും. അള്ളാഹു തആല നമ്മളുടെ ഹൃദയത്തിൽ ഈമാനിനെ ഉറപ്പിച്ചു തരുന്നവരാണ്. അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണമോ ആ നിലയിലുള്ള ഈമാൻ നമ്മളുടെ ഒക്കെ ഹൃദയത്തിൽ അള്ളാഹു തആല പൂർണ്ണമായ നിലയിൽ ഉണ്ടാക്കി തരുമാറാണ്. സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാൻ പഠിപ്പിച്ചു. നമ്മളൊക്കെ ഈമാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? ആയത്തും ഹദീസും ഒക്കെ വെച്ച് അഖീദ കിതാബുകൾ വായിച്ച് അതിൽ മദ്രസയിലും സെമീനായാലും പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈമാൻ പഠിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ സഹാബാക്കൾ ഈമാൻ പഠിച്ചത് ഖുർആനും ഹദീസും വെച്ചല്ല. ആദ്യം ഈമാൻ പഠിച്ചു, പിന്നെ ഞങ്ങൾ ഖുർആൻ പഠിച്ചു. ഈമാൻ പഠിച്ചിട്ടാണ് ഞങ്ങൾ ഖുർആൻ പഠിച്ചത്. അതെങ്ങനെ ഈമാൻ പഠിച്ചിട്ട് ഖുർആൻ പഠിക്കുന്നത്? തഅല്ലംനൽ ഈമാൻ സുമ്മ തഅല്ലംനൽ ഖുർആൻ. ആദ്യം ഈമാൻ പഠിച്ചു. അപ്പൊ എന്താ ഈമാൻ? അല്ലാഹു തആല വിശ്വസിക്കാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ എല്ലാം വിശ്വസിക്കുക, അല്ലാഹുവിനെയും വിശ്വസിക്കുക. അല്ലാഹുവിനെ വിശ്വസിക്കണമെങ്കിൽ ഈ ഈമാൻ ആദ്യം ഉണ്ടാകണം. എന്നാലേ ഖുർആൻ വിശ്വസിക്കാനും പഠിക്കാനും പറ്റുള്ളൂ. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാമാണ് എന്ന് മനസ്സിലാക്കി വിശ്വസിക്കണമെങ്കിൽ അല്ലാഹനെ ആദ്യം അറിയണം. എന്നാലേ ഉള്ളൂ അല്ലാഹുവിന്റെ കലാമിനെ മാത്രമുള്ളൂ. അല്ലാതെ ഖുർആനിന്റെ ആയത്തോതിയ ഇത് ആര് പറഞ്ഞതാ, എവിടെന്ന് പറഞ്ഞതാ തന്നെയോ? മക്കക്കാർ ചോദിച്ചത് മാതിരി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനും കൊണ്ടുവന്നപ്പോ ആര് പറഞ്ഞത് അല്ലാഹയാണെന്ന്? എന്താ അല്ലാഹയാണെന്നുള്ളതിന് തെളിവ്? അല്ലാഹയാണ് ഖുർആൻ ഇറക്കിയതെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഒരു കിതാബിലെ മുമ്പ് തൗറാത്തും ഇൻജീലും ഒക്കെ കൊടുത്തതുപോലെ എഴുതിയ ഒരു കിതാബായിട്ട് തന്നാ പോരായിരുന്നോ? അത് കൊണ്ടുവന്ന് മലക്കുകളെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് കാണണം. ഞങ്ങള് അങ്ങനെ കണ്ടാൽ മാത്രം പോരാ, ആ കിതാബ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണം. ഞങ്ങളത് തൊട്ട് നോക്കണം ആ കടലാസിലുള്ള കിതാബ്. എന്നാലേ ഞങ്ങൾ സമ്മതിക്കുള്ളൂ. അല്ലാതെ പറ്റൂല. ഏതെങ്കിലും മലക്കുകൾ കൊണ്ടുവന്ന് വെക്കണം. അപ്പോ മക്കക്കാര് പറഞ്ഞതുമായും അപ്പോഴും പറയേണ്ടി വന്നേനെ, ഈമാൻ പഠിക്കാതെയാണ് ഖുർആൻ പഠിച്ചതെങ്കിൽ. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞ് അല്ലാഹ് തന്നെ പറയുന്നു, അതിൽ എന്നെ വിശ്വസിക്കുന്നു. അപ്പൊ അത് പറ്റൂല. ആദ്യം അല്ലാഹനെ വിശ്വസിക്കണം. ഈമാൻ ഞങ്ങൾ പഠിച്ചു, എന്നിട്ട് ഖുർആൻ പഠിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് അല്ലാഹുവിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അല്ലാഹുവിന്റെ സിഫാത്തുകളിൽ കൂടി അല്ലാഹുവിനെ പഠിക്കണം. അല്ലാഹു തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ആദ്യം അല്ലാഹുവിനെ പരിചയപ്പെടുത്തി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല അല്ലാഹുവിനെ കുറിച്ച് അവന്റെ ഉലൂഹിയത്തും പറഞ്ഞു, അല്ലാഹുവിന്റെ റുബൂബിയത്തും പറഞ്ഞു. അല്ലാഹു ഇലാഹാണെന്നും പറഞ്ഞു, അല്ലാഹു റബ്ബാണെന്നും പറഞ്ഞു. എന്നിട്ട് റബ്ബ് ആണെങ്കിൽ മാത്രമേ ഇലാഹാകാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ എന്നും അല്ലാഹു തആല പറഞ്ഞു. വാദവും അതിന്റെ തെളിവും അല്ലാഹു തആല പറഞ്ഞു. വാദവും പറഞ്ഞു, തെളിവും പറഞ്ഞു. എന്താ അല്ലാഹുവിന്റെ വാദം? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാനും സ്തുതിക്കാനും വഴിപ്പെടാനും അവകാശമുള്ളൂ. അല്ലാഹ് ആരാകും? അത് റബ്ബായിരിക്കണം. എന്നാലേ ഇലാഹാകാൻ പറ്റുള്ളൂ. അല്ലാഹു തആല പറഞ്ഞു. മക്കക്കാർക്ക് ഒരുപാട് ഇലാഹുണ്ടായിരുന്നു. ഒരുപാട് ഇലാഹ് ആരാധിക്കപ്പെടുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇതുപോലെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും റബ്ബല്ല. അല്ലാഹു തആല മക്കക്കാർക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് അല്ലാഹു റബ്ബാണ് എന്ന് പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു തആല പല സ്ഥലത്തും കാഫിറുകളോട് മക്കക്കാരോട് എല്ലാവരോടും അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു, ഏതല്ലാഹുവിനെ? നിങ്ങളുടെ റബ്ബായ അല്ലാഹു. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. എല്ലാ സ്ഥലത്തും അല്ലാഹു തആല റബ്ബ് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ആ റബ്ബായിരിക്കും ഇലാഹ്. അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു ഇലാഹ് അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എല്ലാ കാലത്തും ഇലാഹിനെ വെച്ചിരുന്നു ആളുകൾ. അതൊക്കെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഇലാഹിനെ വെച്ചിരുന്നത്.
അല്ലാതെ വേറെ ഒന്നിലും പങ്കുണ്ടെന്ന് അവർക്കാർക്കും വിശ്വാസമില്ലായിരുന്നു. ആ വസ്തുക്കളുടെ മുമ്പിൽ പോയി കല്ലാണെങ്കിലും ശരി, മരമാണെങ്കിലും ശരി, മണ്ണാണെങ്കിലും ശരി, രൂപങ്ങളാണെങ്കിലും ശരി, പ്രതിമകളാണെങ്കിലും ശരി, ജീവിച്ചിരിക്കുന്ന ജീവനുള്ള വസ്തുക്കളാണെങ്കിലും ശരി, ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിലും ശരി, മറ്റേതെങ്കിലും മനുഷ്യേതര ജീവികളാണെങ്കിലും ശരി, എല്ലാം അങ്ങനത്തെ മുഴുവൻ ജന്തുക്കളെയും ആരാധിക്കുന്ന പതിവ് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും ആരാധിക്കപ്പെടേണ്ടവൻ മാത്രമല്ല, ഇലാഹിന് ആരാധിക്കപ്പെടുന്നവനെന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. ഇലാഹിന് അർത്ഥമുണ്ട്, എന്താണ് എന്ന് ഒരു ബുദ്ധിക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്, അങ്ങനത്തതായിരിക്കും. അലിഫത്തിൽ ഉഖൂൽ, തഹയ്യറത്തിൽ ഉഖൂൽ. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന്റെ ചിന്തയ്ക്ക് ബുദ്ധിക്ക് പറ്റാത്തതായിരിക്കണം. അങ്ങനത്തെ ഇലാഹാകാൻ പറ്റുള്ളൂ. ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഏത് സാധനത്തെ കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ എല്ലാം മനുഷ്യർക്ക് അറിയാൻ എന്ത് സാധനമാണെന്ന്. കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്, ചെപ്പ് കൊണ്ടുണ്ടാക്കിയതാണ്, മരമാണ്, ഇന്നയാൾ കൊത്തി ഉണ്ടാക്കിയതാണ്, ഇന്നയാൾ കൊണ്ടുവന്ന് ചുവന്നോണ്ട് വന്നതാണ്, ഇന്നയാൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ്, ഇത് ഇത്ര നാളത്തെ പഴക്കമുണ്ട്, ഈ സാധനം എങ്ങനെ ഉണ്ടാക്കി, ഏത് മെറ്റീരിയൽ ഉണ്ടാക്കി, എവിടെ ഉണ്ടാക്കി, എല്ലാം അറിയാത്ത ഒരു സാധനവുമില്ല. മരത്തിനെ ആരാധിച്ചാലും അറിയാം, കല്ലിനെ ആരാധിച്ചാലും അറിയാം. ഇന്ന് ചില ആളുകളെ വെച്ച് ആരാധിക്കുന്നുണ്ട്, മനുഷ്യന്മാരെ ആരാധിക്കുന്നു. ദൈവങ്ങളെ വെച്ച് മനുഷ്യന്മാരെ വെച്ച് ആരാധിക്കും. അവർക്കറിയാം ഇത് മനുഷ്യനാണ്, അല്ലേ? അമ്മേനെയും അപ്പനെയൊക്കെ വെച്ച് ആരാധിക്കുന്നില്ലേ? അതിന്റെ പടങ്ങൾ വെച്ച്. മുസ്ലിമീങ്ങളാ കൂടുതൽ പേര് പോകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കിയോളി. പള്ളിക്കാവ് പോയി നോക്കിയാൽ മതി. മുസ്ലിമീങ്ങൾ അവിടെ വന്ന് കാവൽ കിടക്കുന്നത് ആരാധിക്കാൻ വേണ്ടി. അവള് പറയുന്നത് കേട്ടോണ്ട്. എന്തിനാണെന്നറിയാവോ? അമൃത ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ നടക്കണം, അതിനൊരു 3 ലക്ഷം രൂപ ചെലവുണ്ട്. അവിടെ പോയി അവൾ പറയുന്നത് പോലെ കേട്ട് പൂജിച്ച് കുമ്പിട്ട് അവളുടെ മുമ്പിൽ പോയിട്ട് വന്നാൽ 1 ലക്ഷം രൂപ കുറച്ചു. 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഈമാൻ കൊണ്ടേ അവൾക്ക് കൊടുത്തിട്ട് വരും. ആ മുക്കോത്തിക്ക് കൊണ്ടേ കൊടുത്തിട്ട് കടലിൽ മീൻ പറക്കി വിട്ടുകൊണ്ട് നടന്ന മുക്കോത്തിയാണ്. അതിനെയാണിപ്പോ അമ്മയാക്കിയത്. പുറത്തിറങ്ങിയെന്ന് നിന്ന് പറഞ്ഞേക്കരുത്, പ്രസംഗിച്ചേക്കരുത് കേട്ടോ, ആളുകൾ വഴക്കുണ്ടാകും. ഇതുപോലെ ഓരോരോ ദൈവങ്ങളെ ആരൊക്കെ ദൈവമായിട്ട് വരുന്നത്? ഇപ്പൊ എന്തെല്ലാം സൈസ് ദൈവങ്ങളാണ്. ഓരോരോ പേരിൽ ഓരോരോ ദൈവങ്ങൾ അറിയപ്പെടുക. ഇപ്പം ദൈവങ്ങൾ തമ്മിൽ അറിയാം. ആളുകൾ കുറഞ്ഞു പോകും, അനുയായികൾ കുറഞ്ഞു പോകുമ്പോൾ അവര് തമ്മിലായി പാടി. അനുയായികളെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങളാണ് നടത്തുന്നത്? ആളുകളെ കൂട്ടാൻ വേണ്ടി ആനന്ദോത്സവം, ഇതൊക്കെ ചേർത്തിയാണ് ഇപ്പൊ ആളുകളെ ചേർത്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആൾ ദൈവം ഇവരെ ആർക്കും അറിയാൻ പാടാത്തുണ്ടോ? ചിന്ത മനസ്സിലാവില്ലേ? എവിടെ ജനിച്ചതാണ്, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ആരുടെ മകനാ, ആരുടെ മകളാ, എവിടെ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു, ഇതെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോ അല്ലാഹുവിനെ കുറിച്ചുള്ളത് മാതിരി ആർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു സാധനവും ഈ ലോകത്ത് ആരും ആരാധിക്കുന്നില്ല. ഇപ്പൊ വന്ന് അവസാനം മനുഷ്യൻ മുസ്ലിമീങ്ങൾ ഖബറിനെ പൂജിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഖബറും വെച്ച് കെട്ടി പൂജിക്കാനും. ആരെങ്കിലും സാലിഹീങ്ങളും മരിച്ചാൽ അവരുടെ ഖബർ അങ്ങ് വെച്ച് കെട്ടി ഭയങ്കരമായിട്ട് കെട്ടി, വലിയ കട്ടയും സിമെന്റും ഒക്കെ കൊണ്ടുവന്ന് പൊതിഞ്ഞ് കെട്ടി, നല്ല കട്ടിക്ക് സിമെന്റും ഒക്കെ തേച്ച് നല്ലപോലെ ചാമ്പൊക്കെ ഇട്ട് അതിനെ പെയിന്റ് പഠിച്ച് ഉറപ്പിച്ച് വെക്കും. പേടിയ അവധിയെ ഇറങ്ങിപ്പോക്കളയുന്നല്ലേ? ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് പിടിച്ചു കെട്ടി വെക്കുന്നത്. ഖബറ് കെട്ടാൻ പാടില്ല, ഖബറ് സിമെന്റ് തേക്കാൻ പാടില്ല, കുമ്മായം പോലും തേച്ച് ബലപ്പെടുത്താൻ പാടില്ല. ഖബറ് നശിക്കാനുള്ളതാണ്. ഖബറ് നശിച്ചു പോകേണ്ട വീടാണ്. ഒരു മനുഷ്യൻ കൊണ്ടേ ഖബറടക്കി കഴിഞ്ഞാൽ അവന്റെ ശരീരം തീരുമ്പോ ഈ ഖബറും തീർന്നു പോകും. അതിനുവേണ്ടിയുള്ളതാ ഖബറ്. ലോകത്ത് മനുഷ്യന്മാർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നോളമുള്ള ആളുകൾ മരിച്ചപ്പോൾ മരിച്ചവരുടെ എല്ലാവരുടെയും ഖബറുകൾ ഇതുപോലെ കെട്ടിവെച്ചിരുന്നെങ്കിൽ നമുക്കൊക്കെ ജീവിക്കാൻ എവിടെ വീടിന് സ്ഥലം കാണുന്നത്? നമ്മുടെയൊക്കെ എവിടെ അടക്കുമായിരുന്നു? ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹു തആലയുടെ നബിമാര് തന്നെ 1.25 ലക്ഷം പ്രവാചകന്മാരുണ്ടായിരുന്നു. 1.25 ലക്ഷം നബിമാർ. ഓരോ നബിമാരുടെ കാലത്തും ലക്ഷക്കണക്കിന് ആ നബിമാരെ അനുസരിച്ച് ജീവിച്ച ആളുകളുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു കാര്യം അനുസരിക്കാതെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവരുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല അവരോട് സ്വയം ഒരാൾ മറ്റേയാളെ കൊന്നുകളയണമെന്ന് തീരുമാനം വന്നു. എത്ര ആളുകളെയാണ്, ലക്ഷങ്ങളെയാണ് ഒറ്റ ദിവസം കൊണ്ട് കൊന്നു തീർത്തത് പരസ്പരം.
മൂസ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇദ്ല ഫതൂബു ഇലാ ബാരിഇകും ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖൗമിനോട്, പശുവിനെ ആരാധിച്ച മുഴുവൻ ആളുകളോടും അതിൽ നിന്ന് നിങ്ങൾക്ക് തൗബ കിട്ടണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നേക്കണമെന്ന് പറഞ്ഞു. നോക്കിയപ്പോ കൊല്ലാൻ നോക്കിയപ്പോ ഒരാൾ കൊല്ലാൻ നോക്കുമ്പോ അക്കാനെയാ കാണുന്നത്, മറ്റേ ആൾ നോക്കുമ്പോ അണ്ണനെയാ കാണുന്നത്, വേറൊരാൾ നോക്കുമ്പോ അമ്മാനെയാ കാണുന്നത്. എങ്ങനെ കൊല്ലും? അല്ലാഹു സുബ്ഹാനഹു വ തആല പശുവിനെ ആരാധിക്കാത്ത ആളുകളോട് ആരാധിച്ചവരെ കൊന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു മേഘം പോലത്തെ ഒരു മറ, ആരാ മുമ്പിൽ വരുന്നതെന്ന് വ്യക്തമാകൂല, കാണൂല, ഇരുളുപോലെ വെട്ടിക്കൊന്നേ. തഫ്സീറിന്റെ കിതാബുകളിൽ വരുന്നു 70,000 പേരെയാണ് കൊന്നത് എന്നും അതല്ല ലക്ഷങ്ങളുണ്ടായിരുന്നു എന്നും പലരും. ഇതെല്ലാം തൗബ ചെയ്ത് അള്ളാഹ് തൗബ സ്വീകരിച്ച സാലിഹീങ്ങളാണ്. അള്ളാഹ് പറഞ്ഞു ഇവരുടെയൊക്കെ തൗബ ഞാൻ സ്വീകരിച്ചു, സാലിഹീങ്ങളാണ് എന്ന്. ഫതാബ അലൈക്കും. അള്ളാഹ് ഖുർആനിൽ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക, തൗബ സ്വീകരിക്കപ്പെട്ട നല്ല മനുഷ്യരാണ്. ഇവരാരും കുറ്റക്കാരല്ല, ആരും തെറ്റുകാരായിട്ട് പറയാൻ ഒക്കൂല പശുവിനെ ആരാധിച്ചതിന്റെ പേരിൽ. കാരണം അള്ളാഹ് പറഞ്ഞവരുടെ തൗബ സ്വീകരിച്ചു പോയി, അപ്പൊ നല്ലവരാണ്. ഇങ്ങനെ ഓരോരോ നബിമാരുടെ കാലത്തും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അവരുടെ കാലശേഷം ഉണ്ടായിരുന്നു. ഇവരെല്ലാം മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളോ, നബി തങ്ങൾ ഹജ്ജത്തുൽ വദാഇലേക്ക് വരുമ്പോ തങ്ങളോടൊപ്പം ഹജ്ജിന് വേണ്ടി വന്ന സഹാബാക്കൾ മാത്രം 1,30,000 പേരുണ്ടായിരുന്നു. 1,30,000. ഈ ഹജ്ജിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പ് മദീനയിൽ വന്നതിന് ശേഷം ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുനൈൻ, ഖൈബർ, മൂത്ത എത്രയെല്ലാം യുദ്ധങ്ങൾ നടന്നു. ഇവിടെയൊക്കെ സഹാബാക്കൾ എത്രയോ ആളുകൾ ഷഹീദായി പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് എത്രയോ ആളുകളെ ഷഹീദാക്കപ്പെട്ടു, എത്രയോ ആളുകൾ മരണപ്പെട്ടുപോയി. ഇവരെല്ലാം സാലിഹീങ്ങളും നല്ലവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷം ഖൈറുൽ ഖുറൂനിൽ ജീവിച്ചിരുന്ന താബിഈങ്ങൾ കോടിക്കണക്കിനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കണക്കില്ല, കോടാനുകോടി അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ഇവരെല്ലാവരും മരിച്ചതാണ് ഈ ലോകത്ത്. ഇവരുടെ എല്ലാവരുടെയും കബറങ്ങാനും കെട്ടിവെച്ചിരുന്നെങ്കിൽ ഇത് എന്താകുമായിരുന്നു സ്ഥിതി? ഭൂമിയിൽ 1 ഇഞ്ച് സ്ഥലം ഒരു മനുഷ്യനൊക്കെ കാല് കുത്താൻ കാണൂലായിരുന്നു. അപ്പൊ ഇത് കെട്ടിവെക്കണമായിരുന്നുവെങ്കിൽ അവര് കെട്ടൂലേ? മദീനയിൽ പോയി നോക്കി, ജന്നത്തുൽ ബഖീയിൽ ആരാ കിടക്കുന്നത്? അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തങ്ങളുടെ ഭാര്യമാര്, തങ്ങളുടെ ചെറുമക്കൾ, തങ്ങളുടെ മാമിമാര്, ഇവരെല്ലാം, അതുപോലെ സഹാബാക്കൾ, എത്രയോ സഹാബാക്കൾ, താബിഈങ്ങൾ ലക്ഷക്കണക്കിന്. ആ ജന്നത്തുൽ ബഖീയിൽ എങ്ങാനും അന്ന് മുതൽ മരിക്കുന്ന ഓരോ സഹാബാക്കളുടെയും കബറ് കെട്ടിവെച്ചേക്കാമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ജന്നത്തുൽ ബഖീയിൽ പിന്നെ ആർക്കും അടക്കാൻ കറങ്ങാറില്ല. അപ്പൊ മദീന മുഴുവനും കബറായാലും ഒക്കൂലായിരുന്നു. ബദർ വരെ പോലും പോകാൻ ഒക്കില്ലായിരുന്നു. ബദറിൽ പോയി നോക്കി സഹാബാക്കൾ, ബദറിലെ സുഹദാക്കൾ, അപ്പൊ ബദർ 3-4 ദിവസം കഴിയുമ്പോൾ എല്ലാവരും കൂടി വയറും വീർപ്പിച്ചുകൊണ്ട് കാലിയാക്കി തിന്നാൻ വേണ്ടി വരും. അവരുടെ പേരും പറഞ്ഞ് പിന്നെ പറയാമത്. ബദറിലെ സുഹദാക്കളെ ഒന്ന് പോയി നോക്കി. ബദറിൽ സുഹദാക്കൾ ആരുടെ കബറാ കെട്ടിവെച്ചേക്കുന്നത്? എവിടെയാ സിമന്റ് വെച്ചേക്കണേ? എവിടെയാ പച്ച പെയിന്റ് അടിച്ചേക്കുന്നത്? എവിടെയാ പച്ച പട്ട് വിരിച്ചേക്കുന്നത്? അതുകൊണ്ട് അവരുടെ സ്ഥാനം വല്ലതും കുറഞ്ഞുപോയോ? ولا تحسبن الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. അവർക്ക് ആർക്കും ഒരു കുറവും വന്നിട്ടില്ല, ആരും കെട്ടാത്തതുകൊണ്ട്. ഇന്നോളം അവരവിടെ അവരുടെ കബറുകളിൽ കിടക്കും. കബറ് നശിക്കാനുള്ളത് ആർക്കും കെട്ടിവെക്കാൻ അവകാശമില്ല. ആർക്കെങ്കിലും കബറ് കെട്ടണം എന്നുണ്ടെങ്കിൽ കബറ് കെട്ടാൻ പാടില്ല. സ്വന്തം കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിച്ച് സ്വന്തം സ്ഥലത്ത് വേണമെങ്കിൽ അടക്കാൻ പറയണം. അടക്കിയേക്കുന്ന സ്ഥലത്ത് കെട്ടിടം പണിയാം. അടക്കിയേക്കുന്ന സ്ഥലത്ത് കെട്ടിടം പണിയാം, കബറ് കെട്ടാൻ പാടില്ല. കബറിന് വെക്കാം. എന്താ മനുഷ്യനെ കബറടക്കുമ്പോൾ എന്ത് വെക്കാനോ ഫിഖ്ഹിന്റെ നിയമം എല്ലാ മദ്ഹബിലും പഠിപ്പിച്ചേക്കുന്നത്? പെട്ടെന്ന് മോശമായി പോയി കഴിച്ചു പോകുന്നതിനടുത്ത് പച്ചക്കട്ട, ചുടുകട്ട പോലും വെക്കാൻ പാടില്ല കബറടക്കുമ്പോൾ. കബറിന്റെ മുകളിൽ പച്ചക്കട്ട, പച്ച ഇഷ്ടികയെ, മണ്ണ് കൊണ്ടുള്ള ഇഷ്ടികയെ വെക്കാവുള്ളൂ. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നശിച്ചു പോകണം. അതുപോലെ ഇഷ്ടിക വെച്ചാൽ ഇരിക്കൂല, തടി വെക്കാം. ഫിഖ്ഹിന്റെ എല്ലാ കിതാബിലും നിങ്ങൾ നോക്കിക്കോളി. ഏത് ഫിഖ്ഹിന്റെ കിതാബിലും പറഞ്ഞേക്കുന്നത് എന്താ വെക്കാൻ പറഞ്ഞേക്കുന്നത്? ഈ ഇല്ലി, മുളയും ഈറ്റയും പോലത്തെ ഉള്ളു പൊള്ളയായ മരങ്ങളെ വെക്കാവുള്ളൂ. കട്ടിയുള്ള മരം പോലും വെക്കാൻ പാടില്ല.
കട്ടിയുള്ള മരം പോലും വെക്കാൻ പാടില്ല. കാരണം അത് വേഗം നശിച്ചു പോകണം. വേഗം കബർ നശിച്ചു പോകാനുള്ളതാണ്, ഇടിയാനുള്ളതാണ്. കബറിന്റെ രണ്ട് സൈഡും മണ്ണ്, താഴെയും ഒന്നും വെക്കാൻ പാടില്ല, സൈഡിലും ഒന്നും വെക്കാൻ പാടില്ല. മുകളിൽ മാത്രം കബർ മൂടാൻ വേണ്ടി വെക്കണം പച്ചക്കട്ട. സഹാബാക്കളുടെ ഖബറുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലത്ത് മുഴുവൻ എത്രയോ സഹാബാക്കളെ തങ്ങൾ അടക്കി. ഉഹദിൽ ഷഹീദായ ശരീരം മുഴുവനും വികലമാക്കപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂസാഫ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാ ഖബറടക്കിയത്? കഫംപതിയാൻ തുണി പോലും ഇല്ലായിരുന്നു. തലയിലിട്ടാൽ കാല് വെളിവാകും, കാല് മൂടിയാൽ തല വെളിവാകും. എന്താ ചെയ്യേണ്ടതെന്ന് സഹാബാക്കൾ ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, തല മൂട് തുണി കൊണ്ട്, എന്നിട്ട് കാലിന്റെ ഭാഗം പുല്ല് പറിച്ചു വെച്ച് മൂടാൻ പറഞ്ഞു. ഇത് പുല്ല് പറിച്ചു വെച്ച്, കഫന്റെ തുണി പോലും ഇല്ല. ആ പുല്ല് പറിച്ചു വെച്ച് മൂടിയിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ മദീനയ്ക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. ഉഹദിൽ തന്നെ അവരെ അടക്കി. നബിതങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് കല്ല് പുറക്കി വെച്ച് അങ്ങനെ കെട്ടുകെട്ടി ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ഇന്നതിനെ സ്വർണം കൊണ്ട് കെട്ടൂലായിരുന്നു. എന്താ കെട്ടാതിരുന്നത്? ഉഹദിലേക്ക് പോയി നോക്കി ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ, അംർ ഇബ്നു ജമൂഹ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എങ്ങനെയാ കിടക്കുന്നതെന്ന്. ഇവർക്ക് ആർക്കും ഇല്ലാത്ത സ്ഥാനം പിന്നീട് വന്ന ആർക്കെങ്കിലും ഉണ്ടായോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഉഹദ് മലയോളം സ്വർണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കിയാൽ പോലും എന്റെ സഹാബാക്കൾ ചെലവാക്കിയ ഒരു ഒരക്ക് ഗോതമ്പിന്റെ കൂലി പോയിട്ട് അതിന്റെ പകുതി പോലും കിട്ടുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഖുത്ബുൽ അഖ്താം, സുൽത്താനുൽ ആരിഫീൻ, ശൈഖ് വഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. എത്ര വലിയ മഹാന, ഔലിയാക്കളുടെ എല്ലാവരുടെയും നേതാവ് ഖുത്ബുൽ ആരിഫീൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ, നബി തങ്ങൾ പറഞ്ഞു, എത്ര വലിയ ഖുത്ബും എത്ര വലിയ ഔലിയായും എത്ര വലിയ ശേഷം വരുന്ന ആളാണെങ്കിലും ശരി, എന്റെ സഹാബാക്കളിൽ ഏറ്റവും താഴ്ന്ന ഏറ്റവും താഴെയുള്ള ആളുടെ ദർജ പോലും എത്തുകയല്ല. മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും താഴ്ന്ന ഒരു സഹാബിയുടെ പദവി പോലും ലോകത്തെ ഒരു ഖുത്ബും. അത്ര വലിയ മഹാന്മാരായ സഹാബാക്കൾ എന്താ ഇവരുടെ ഖബറൊന്നും കെട്ടി ആരും പൂജിക്കാത്തത്? നമ്മുടെ ഇടയിൽ ആരുടെ ഖബറാ കെട്ടി പൂജിക്കുന്നത്? കള്ളുവടിയന്മാരുടെയും കഞ്ചാവടിയന്മാരുടെയും പെണ്ണുപിടിയന്മാരുടെയും ഒക്കെ ഖബറാണ് കെട്ടി പൂജിക്കുന്നത്. കാറ്റില്ലാതെ വന്ന അവസാനം ഇവന്മാരെ തല്ലിക്കൊന്ന രാത്രി എല്ലാവരും കൂടെ കൂടി, തിങ്കിടികളെല്ലാം കൂടെ കൂടി കുഴിച്ചിട്ടേച്ച് പിറ്റേന്ന് അവിടെ വിളക്കും വെച്ച്, അവിടെ കൊടിയും വെച്ച് വിളക്കും വെച്ചിരിക്കും. വിളക്ക് ഖബറിന്റെ അടുത്ത് വെക്കാനേ പാടില്ല. ഖബറിന്റെ അടുത്ത് വിളക്ക് വയ്ക്കുന്നതിന് ആർക്ക് വെളിച്ചം കാണാനോ? ഖബറിൽ കിടക്കുന്ന ആൾക്ക് വെളിച്ചം കാണാനോ? ഖബറിൽ കിടക്കുന്ന ആൾക്ക് വെളിച്ചം വേണമെങ്കിൽ അവർ ചെയ്യുന്ന ഇബാദത്തുകളാണ് ഖബറിലെ വെളിച്ചം. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖബറിൽ പ്രകാശം കാണും. അള്ളാഹ് കൊടുക്കാത്ത പ്രകാശം പുറത്തുനിന്ന് വിളക്ക് കത്തിച്ച് അങ്ങോട്ട് കാണൂല. പിന്നെ എന്തിനാ ഖബറിൽ വിളക്ക് കത്തിക്കുന്നത്? അല്ലാഹു അക്ബർ. അല്ലാഹു തആല നമുക്കെല്ലാം മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ഇതെല്ലാം പുണ്യകർമ്മങ്ങളായി പോയി. ഖബറിന്റെ അടുക്കൽ വിളക്ക് കത്തിക്കുക, വിളക്ക് കത്തിക്കാൻ വേണ്ടി എണ്ണ കൊടുക്കുക, ഇപ്പൊ വിളക്ക് നേർച്ചയായിട്ട് വരിക. ഓരോ മഖബറയിൽ പോയാൽ കാണാം ഈ അമ്പലത്തിലൊക്കെ നിലവിളക്ക് നേർച്ച വരും, അവിടെ അമ്പലത്തിൽ കൊടുക്കും. ഇതേപോലെ ഖബറിന്റെ അടുക്കലേക്ക് ഔലിയാക്കൾക്ക് നിലവിളക്ക് നേർച്ചയായിട്ട് ഇങ്ങനെ വരും. പിന്നെ കമ്മിറ്റിക്കാർ തടയൂല. കാരണം നിലവിളക്ക് ഓടിന്റെ ആണല്ലോ. ഒരു 5-8 വർഷമൊക്കെ കുടുംബം ലേലം വിളിച്ച് അല്ലെങ്കിൽ കടയെ കൊണ്ട് തിരിച്ചു കൊണ്ടേ കൊടുത്താൽ കാശായി, അവർക്ക് കാശായി. ഔലിയാക്കളാണെങ്കിലും കൊള്ളാം, അമ്പിയാക്കളാണെങ്കിലും കൊള്ളാം, നമുക്ക് കാശ് കിട്ടുമോ ബഹുമാനിക്കും, കെട്ടിക്കൂട്ടി വെക്കും. ആരും കൊണ്ടുപോകാതെ നല്ല ബലമായിട്ട് സിമന്റ് ഇട്ട് കെട്ടിവെക്കും. അല്ല കാശ് കിട്ടൂല്ലയോ, ഏത് വഴിയാണെങ്കിലും കിട്ടൂല, നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഖബറ് ആരുടെയും ഖബറ് കെട്ടാൻ പാടില്ല. പൊതുവായ സ്ഥലങ്ങളിൽ ഖബറോ ഖബറിന്റെ മുകളിൽ കെട്ടിടമോ പണിയാൻ പാടില്ല. ഹറാമ്, ചെറിയ കാര്യമൊന്നുമല്ല, ഹറാം. പിന്നെ ഖബറ് കെട്ടണമെന്ന് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടോ? സ്വന്തം കാശ് കൊടുത്ത് ഭൂമി വാങ്ങിച്ച് വെച്ചോളണം, അവിടെ തന്നെ അവർ അടക്കിക്കൊള്ളണം. അടക്കിയാലും ഖബറല്ല കെട്ടേണ്ടത്, അതിന്റെ ചുറ്റും വീട് പണിയാം. അവർക്ക് കെട്ടിടം ഉണ്ടാക്കാൻ വേണമെങ്കിൽ കെട്ടിടത്തിനകത്താകാം. പക്ഷെ ഖബറ് നോക്കുമ്പോൾ ഖബറായിട്ട് തന്നെ കാണും. അതിന് കെട്ടാൻ പാടില്ല. ഒരു ഇഷ്ടികയും വലിയ സിമെന്റ് കട്ടയൊക്കെയല്ലേ വെക്കണേ, ഓളോവരിച്ചൊന്നും പോരാ. നല്ല ബലമുള്ള ചുടുകെട്ട വെട്ടുകല്ല് പോലും പറ്റില്ല. അതെല്ലാം വെച്ച് കെട്ടി നല്ലപോലെ സിമെന്റ് ഇട്ട് ഉറപ്പിച്ച് നല്ല പെയിന്റ് പഠിച്ച് പിന്നെ തുണിയും കൂടെ ഇട്ടു. അവർക്ക് എന്താ കുളിര് പോകും.
ഔലിയാക്കൾക്ക് കബറിൽ കിടക്കുന്നവർക്ക് കുളിരുവോ? അള്ളാഹുവിന്റെ ഔലിയാക്കൾ സാലിഹീങ്ങൾക്ക് അവർക്ക് അല്ലാഹു തആല സ്വർഗത്തിന്റെ പട്ട് വിരിച്ചു കൊടുക്കും, സ്വർഗത്തിന്റെ പട്ട് ധരിപ്പിക്കും, സ്വർഗത്തിന്റെ ആഹാരം നൽകും, സ്വർഗത്തിൽ നിന്നുള്ള പാനീയങ്ങൾ കുടിപ്പിക്കും, സ്വർഗത്തിന്റെ സുഗന്ധവും കാറ്റും വരും. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നു, സാലിഹായ മനുഷ്യനാണെങ്കിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്ന് ചോദിച്ചിട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയും, മൻ സദഖാബുനി, അവൻ പറഞ്ഞു സത്യമാ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ പോയി സ്വർഗത്തിന്റെ വിരിപ്പ് കൊണ്ടുവന്ന് കബറിൽ വിരിച്ചു കൊടുക്കുക. സ്വർഗത്തിന്റെ പരിശുദ്ധമായ പട്ട് കൊണ്ടുവന്ന് ഇവന്റെ കബറിൽ വിരിച്ചു കൊടുക്കും. സ്വർഗത്തിന്റെ വസ്ത്രം, ഈ നമ്മളിവിടെ കൊടുക്കുന്ന ഈ കുറഞ്ഞ കോറ തുണിയുടെ കബറുണ്ടല്ലോ, അതെല്ലാം വലിച്ചു കീറി കളയും മലക്കുകൾ, സാലിഹീങ്ങളുടെ വലിച്ചു കീറി കളഞ്ഞിട്ട് സ്വർഗത്തിന്റെ പട്ടുവസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കും. എന്നിട്ട് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. എന്തൊരു സുഖമാ സ്വർഗത്തിന്റെ വാതിൽ! അല്ലാഹു അക്ബർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയഅതീഹി മിൻ ലൗഹിഹാ വതീബിഹാ വനസീമിഹാ, സ്വർഗത്തിന്റെ സുഗന്ധം, സ്വർഗത്തിലെ നല്ല മന്ദമാരുതൻ ഇങ്ങനെ അടിച്ചും തലവടിച്ചോ, എന്ത് സുഖമാ കാറ്റ്! അവരങ്ങനെ നല്ല സുന്ദരമായ AC-യിലാ കിടക്കുന്നത്. നമ്മൾ അവരുടെ മുകളിൽ കൊണ്ടുപോയിട്ട് തുണി വിരിച്ചവരെ കട്ടയെല്ലാം വെച്ച് കെട്ടി ആ സന്തോഷവും കൂടെ നശിപ്പിക്കുക. സാലിഹീങ്ങൾക്ക് ഔലിയാക്കൾക്ക് അല്ലാഹു തആല ഖബറിൽ സന്തോഷമായി വിരിച്ചു കൊടുക്കുന്നു. അവരുടെ ഖബർ പ്രകാശിക്കുന്നു, ഖബർ വിശാലമാകുന്നു. പിന്നെ എന്തിനാ നമ്മൾ പിടിച്ച് കെട്ടിവെക്കണം? നമ്മൾ മുകളിൽ പിടിച്ച് കെട്ടിവെച്ചിട്ട് ഈ കെട്ടിന്റെ പച്ചയും വെളുപ്പവും കണ്ടാൽ നമ്മൾ വിചാരിക്കണം ഔലിയാണെന്ന്. കെട്ടിന്റെ പച്ചയും വെളുപ്പമൊന്നും അല്ല ഔലിയ. അത് ആർക്കില്ല. അബൂജഹലിന്റെ ഖബർ വേണമെങ്കിലും കെട്ടിവെക്കാം, ഇപ്പം ഫിറഔന്റെ ഖബർ വേണമെങ്കിലും കെട്ടിവെക്കാം, ഷദ്ദാദിന്റെ ഖബറും കെട്ടാം, കാറൂന്റെ ഖബറും കെട്ടാം. കാറൂൻ താഴ്ന്നുപോയ സ്ഥലം ഒരു പ്രദേശം മുഴുവനുണ്ട്, കെട്ടുകയാണെങ്കിൽ വലിയ ഖബറായിരിക്കും. ആരുടെ ഖബറും കെട്ടിവെക്കാം. കാറൂന്റെയും ഫിറഔന്റെ ഒക്കെ ഖബർ കെട്ടിവെച്ചാൽ പെരുത്ത് കാശ് കിട്ടും, കാരണം വലിയ ഖബറായിരിക്കും അല്ലെ? ഫിറഔന്റെ ജഡം കണ്ടിട്ടില്ലേ? ഫിറഔന്റെ ജഡം അങ്ങനെ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ്, കണ്ടിട്ടില്ലേ? അതും പറവും കണ്ടിട്ടില്ല. അങ്ങനെ തന്നെ ഇരിക്കും, ഖിയാമത്ത് നാൾ വരെ ഇരിക്കും. അല്ലാഹു തആല പറഞ്ഞേക്കുക, നിന്നെ നിന്റെ ജഡത്തോടെ ഞാൻ വെക്കുമെന്ന്. ബൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. നിന്നെ നിന്റെ ശരീരത്തോടെ ജഡത്തോടെ ഞാൻ വെച്ചേക്കും, പുറകെ വരുന്ന എല്ലാ ഫിറഔനുകൾക്കും കണ്ടു മനസ്സിലാക്കാം. ഒരുപാട് ഫിറഔനുകൾ പിന്നീട് വരും, അവർ നിന്നെ കണ്ട് പാഠം പഠിക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുമെന്ന് അല്ലാഹു പറഞ്ഞു. ഇപ്പോഴും ഉണ്ട്, ശരീരത്തോടെ ഇരിക്കുക. ഫിറഔനിന്റെ താടിയുടെ രോഗം പോലും പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കാം. അപ്പൊ ഇതൊക്കെ എടുത്തു വെച്ച് കെട്ടിവെച്ചിരുന്നെങ്കിൽ എന്നുപോലും കാക്കുണ്ടാക്കാമായിരുന്നു. അന്ന് മുതലേ സഹാബാക്കളുടെ എല്ലാവരുടെയും കബറങ്ങാനും കെട്ടിവെച്ചിരുന്നെങ്കിൽ ലോകം മുഴുവനും ഇഷ്ടം പോലെ കാശ്, ഉണ്ടായിടത്തോളം കാശും അവർക്ക് കൊടുത്തേനെ, ഉണ്ടായിടത്തോളം കാശും അവർക്ക് കൊടുത്തേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കബറങ്ങാനും കെട്ടിവെച്ച് അവിടെ എങ്ങാനും നേർച്ച മേടിച്ചിരുന്നുവെങ്കിൽ എന്താകും മദീന? എല്ലാരും പറയണത് അവിടെയുള്ള ആൾക്കാർ ഇത് ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്, ഞങ്ങൾക്ക് വിട്ടുതരികയാണെങ്കിൽ ഞങ്ങളുടെ കബറെല്ലാം കെട്ടിവെച്ച് നന്നായിട്ട് നോക്കാമായിരുന്നു എന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നബി തങ്ങളുടെ കബറങ്ങാനും കെട്ടിവെക്കേണ്ടതായിരുന്നുവെങ്കിൽ അള്ളാഹ് അത് കെട്ടാനുള്ള ഏർപ്പാട് ചെയ്യൂലായിരുന്നു. അള്ളാഹ്ക്ക് മറന്നുപോയോ കെട്ടാൻ? അതോ അള്ളാഹ്ക്ക് സാധിക്കാതെയായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കബറാരെ കൊണ്ടും കെട്ടിക്കാൻ? അള്ളാഹുവിന്റെ തീരുമാനമേ അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏത് നബിയും എവിടെയാണോ അടക്കപ്പെടേണ്ടത് അവിടെയാണ് മരിക്കുന്നത്. ഞാൻ മരിക്കുന്നത് എന്നെ അടക്കപ്പെടേണ്ട സ്ഥലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിനകത്ത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ മടിയിൽ, ആയിഷ റളിയല്ലാഹു അൻഹായുടെ നെഞ്ചിൽ ചാടി ഇരുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. അവിടെ തന്നെ തങ്ങളെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. ഞാൻ എവിടെയല്ല, പള്ളിക്കകത്ത് പോലും ആയിരുന്നു. അപ്പൊ അല്ലാഹു തആലയ്ക്ക് വേണമെങ്കിൽ വിശാലമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തങ്ങളെ മരിപ്പിക്കാൻ പാടില്ലായിരുന്നോ? വിശാലമായ സ്ഥലം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറ് കെട്ടേണ്ട ആവശ്യമില്ല, പക്ഷേ തങ്ങളുടെ ഖബറ് വീട്ടിനകത്താക്കണം. തങ്ങളുടെ ഖബറ് വീട്ടിലായിരിക്കും, കാരണം തങ്ങളുടെ വീട്ടിലാണ് തങ്ങൾ വഫാത്താവുന്നത്, അവിടെ തന്നെ അടക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള മാത്രം കെട്ടിയേക്കുന്നത്. റൗള മാത്രം കെട്ടിയേക്കുന്നത് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ്, ഞാൻ എന്റെ വീട്ടിലാണ് മരിക്കുന്നത്. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ ആരുടെയും കബറ് കെട്ടണ്ട. കബറ് കെട്ടാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ നമുക്ക് ജീവിക്കാൻ ഒക്കില്ലായിരുന്നു. അള്ളാഹ് കാത്തതാണ് ആളുകളുടെ കബറെല്ലാം കെട്ടാതെയായി പോയത്. മുഴുവൻ സാലിഹീങ്ങളുടെ കബറങ്ങാനും കെട്ടിയിരുന്നെങ്കിൽ നമ്മൾ കൊഴിഞ്ഞു പോയത്. ഇന്ത്യയിൽ എത്ര ഔലിയാക്കളാണ് ഉണ്ടായിരുന്നത്? കോടിക്കണക്കിന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ.
ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇസ്ലാമിനെ സ്വീകരിച്ച ആളുകൾ എത്രയാ? 90 ലക്ഷം പേരെന്നാ പറയും. 90 ലക്ഷം ആളുകളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇസ്ലാമിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ മുരീദന്മാരായി കൂടെ നടന്നത്. ഇവരെല്ലാം ഔലിയാക്കളാണ്, ഇവരെല്ലാം സാലിഹീങ്ങളാണ്. ഇവരുടെ എല്ലാവരുടെയും കവറെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയിൽ പിന്നെ കഥ ഉണ്ടാവുമോ? അത് ഒറ്റ ഒരാള്, ശൈഖ് ഇബ്രാഹിം വലിയുല്ലാഹ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഏർവാടിയിലേക്ക് പോണില്ലേ നേർച്ചയ്ക്ക് വേണ്ടി? എന്തിനാ പോണേ? ശൈഖ് ഇബ്രാഹിം റഹിമഹുല്ലാഹ് എന്ത് ചെയ്തു എന്ന് അറിയാനാണോ? അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കാനാണോ? അദ്ദേഹം ചെയ്തതുപോലെ ചെയ്യാനാണോ? മൂന്നിനുമല്ല. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കാനുമല്ല, അദ്ദേഹം ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കാനുമല്ല, അദ്ദേഹം ചെയ്തതുപോലെ ചെയ്യാനുമല്ല. അദ്ദേഹം സാലിഹായ മനുഷ്യനാണ്, വലിയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ സൂക്കേടൊന്ന് മാറ്റി തരുമോ എന്ന് നോക്കാം. സൂക്കേട് മാറ്റുന്ന പണിയൊക്കെ അവർ നിർത്തി. അത് ജീവിച്ചിരുന്ന കാലത്ത് അവർ സൂക്കേട് മാറ്റുമായിരുന്നു. ഇപ്പോഴും അല്ലാഹു തആല സൂക്കേട് മാറ്റും. അവരുടെ ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല സൂക്കേട് മാറ്റിക്കൊടുക്കും. ആ നിലയിൽ മഹത്വവും ബർക്കത്തും ഉള്ളവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. പക്ഷെ അവരോട് പോയി മാറ്റിത്തരാൻ പറഞ്ഞാൽ അവർ മാറ്റിത്തരില്ല. അവർ പറയും പോയി അള്ളാഹുടെ ചോദിക്കും, ഞാൻ എല്ലാ കാര്യവും അള്ളാഹുടെ ചോദിച്ചു മേടിച്ചു, പിന്നെ നീ ഇങ്ങോട്ട് വന്നതിനാണ്. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്താകാൻ നേരത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വന്തം മകൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹയെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, അള്ളാഹുവിനെ മാത്രം നീ മുറുകെ പിടിച്ചോളണം. അലൈക ബിതഖ്വല്ലാഹ് വലാ തസിഖ് ബിഅഹദിൻ സിവല്ലാഹ്. അല്ലാഹ് അല്ലാത്ത വേറെ സൃഷ്ടികളിൽ ഒരു പടത്തിനെയും നീ വിശ്വസിക്കരുത്. ഇയ്യാക വത്തൗഹീദ്, അള്ളാഹുവിന്റെ തൗഹീദിനെ നീ മുറുകെ പിടിച്ചോളണം. ഒറ്റ ഒരു അള്ളാഹുവിനെ മാത്രം നീ ആലോചിച്ചോളണം. വേറെ ഒരു മനുഷ്യനെയും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു വസ്തുവിനെയും നീ വിശ്വസിച്ചു പോലും പോകരുത്. വലാ തസിഖ് ബിഅഹദിൻ സിവല്ലാഹ്. സ്വന്തം മകനോട് അവസാന സമയത്ത് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞതാണ്, വസിയ്യത്ത് ചെയ്തതാണ്. എന്നാ പിന്നെ ആ മകനെ നീ പേടിക്കുന്ന മകനെ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? നീ എന്തും കാണിച്ചോ, ഞാൻ പിടിച്ചോളാം, എന്റെ പിടിയിൽ വന്ന നീ രക്ഷപ്പെട്ടോളും. എല്ലാരും പറയാം മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ സ്നേഹിച്ച എല്ലാവരും സ്വർഗത്തിലാണെന്ന്. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. അല്ലേ? എന്റെ മുരീദന്മാർ ആരും നരകത്തിലില്ലാന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞു എന്ന് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട് പറയുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി അദ്ദേഹം പറഞ്ഞാലും അത് കളവല്ല. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ മുരീദന്മാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹം അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുത്തോ അതേ നിലയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ മുരീദ് എന്ന് പറയുന്നത്. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി എങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത്? അള്ളാഹു അല്ലാത്ത മറ്റൊന്നിന്റെയും ചിന്തയില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രേമത്തിൽ ഓടുകയായിരുന്നു. فقلت لفرقة الأقطاب قوموا بحالي وادخلوا بيت اللقاء وفوزوا واصلوا أنتم جنودي فباب الوصل يفتح بالدعاء. സത്യവൊക്കെ പോയി ആടി നിന്ന് നല്ലപോലെ ആടൂലേ, മുറാദിയ മുറാദിയ മുറാദി. പിന്നെ അത് പറയാൻ ഇച്ചിരി പാടുണ്ട്, അത് പറയാൻ ഇച്ചിരി പ്രയാസം. എന്താ അർത്ഥം? എന്റെ മുഴുവൻ ലക്ഷ്യവും മുഹീദ്ദീൻ ശൈഖിനെ കിട്ടലാണ്. മുഹീദ്ദീൻ ശൈഖിനെ കിട്ടിയാൽ വല്ല പതിവുണ്ടോ? ആരെ കിട്ടണം? മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹയ്യിദ്ദീൻ മുറാദി എന്ന് പാടി വരുന്നത്. പാടി എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് അവസാനം എന്ത് പറയും? ഇരിക്കുമ്പോ എന്താ പറയുന്നത്? എന്ന് പാടിക്കഴിഞ്ഞ് അത്രയും നേരം പറയും മുഹീദ്ദീൻ ശൈഖിനെ വേണം, മുഹീദ്ദീൻ ശൈഖിനെ വേണം, എനിക്ക് മുഹീദ്ദീൻ ശൈഖ് മതി, എന്റെ മുറാദ്, എന്റെ ലക്ഷ്യം മുഴുവൻ മുഹീദ്ദീൻ ശൈഖാണെന്ന് പറയും. എല്ലാം പറഞ്ഞ് തളർന്നിട്ടിരിക്കുമ്പോ എന്താ പറയുന്നത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ അല്ലേ പറയുന്നത്? അല്ലേ? അവസാനം എല്ലാം കഴിയുമ്പോ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, അല്ലാഹുവിനെയാണ് ഞങ്ങൾ എല്ലാ കാര്യവും. അല്ലാഹനെ കളിയാക്കണം. ഇത്ര നേരം പറഞ്ഞു കഴിഞ്ഞെന്തോ? ഇത്ര നേരം ഒന്ന് ആടിയിരുന്നോ?
മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിനെ ഉപമിക്കുന്നു. ഞാൻ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായി രക്തം തിളച്ചു നിന്നപ്പോ എന്റെ മുമ്പിൽ നല്ല സുന്ദരിയായ പെണ്ണിനെ പോലെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അതിൽ ലയിച്ച് അതിന്റെ പിറകെ ഓടി ആരും കാണാത്ത ഒരു മനുഷ്യനും ഇല്ലാത്ത റൂമിനകത്ത് ഞങ്ങൾ കയറി. ഞാൻ അതിനെ പുണർന്നു. അതുകൊണ്ട് എന്റെ മുരീദന്മാരെ, നിങ്ങളും ഇതുപോലെ അള്ളാഹുവിനെ പുണരീൻ, അള്ളാഹുവിലേക്ക് വരീൻ. അള്ളാഹുവിനോട് ദുആ ചെയ്ത് നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ചേരാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിലേക്ക് ചേരലാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് നിങ്ങൾ വേണമെങ്കിൽ നേടിയെടുത്തോ. ഇതാണ് മുരീദ്. ഈ മുരീദിനെ കുറിച്ചാണ് പറഞ്ഞത്, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു. അല്ലാതെ മൊയ്തീൻ ശൈഖിന്റെ മുരീദാന്ന് പറഞ്ഞ റാത്തി പോയി കോഴിയും ആടും തിന്നാൻ വേണ്ടി നടക്കുന്ന കോഴികളല്ല. അതിനെക്കുറിച്ച് പറഞ്ഞു, എല്ലാരെ കോഴിയും കൂകിയളങ്ങുക, മുഹീദ്ദീൻ കോഴി ഖിയാമത്തോളം കൂടും. കോഴി തിന്നണവന്മാരുള്ള കാലത്തോളം മൊയ്തീന്റെ കോഴിയും കൂടും. ആ കോഴി അങ്ങോട്ട് പോകില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളെ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു തആല കൊടുത്ത മഹത്വം മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ഔലിയാക്കളെ തന്നിരിക്കുന്നത് ആ ഔലിയാക്കളെ കണ്ടുപിടിച്ച് അതുപോലെ ആകാനാ. അതാണ് അവരും പറയുന്നത്. മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞ് അള്ളാഹുവിൽ ലയിച്ചുപോയി. അദ്ദേഹത്തിന്റെ ചിന്തയിൽ പോലും അള്ളാഹ് അല്ലാതെ വേറൊന്നുമില്ല. നാവിൽ അള്ളാഹ് എന്നുള്ള ദിക്റല്ലാതെ വരുമല്ലായിരുന്നു. ഹല്ലാജ് റഹിമഹുല്ലാഹ് അള്ളാഹുവിൽ ലയിച്ചു, അല്ലാഹു തആലയുടെ ദിക്റിലായിട്ട് ലയിച്ചു. എന്നിട്ട് അവസാനം ഇരുന്ന് അല്ലാഹു തആല അല്ലാഹ് പറയുന്ന വാക്കെടുത്തു പറഞ്ഞു, അനല്ലാഹ് ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. സിനിമ കാണാൻ പോയിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരും കാണൂലേ, വരയ്ക്കാത്തല്ലേ, ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ ആർക്കും അല്ലേ. എല്ലാവർക്കും കിടപ്പറയിലാണല്ലോ ഇപ്പൊ സിനിമ. കിടപ്പറയിൽ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കും, പെണ്ണും അടുത്ത് കിടക്കും. അവസാനം നോക്കുമ്പോ പറച്ചവനെ കെട്ടോ നോക്കും, ഓ ഇവിടെ കിട്ടിയായിരുന്നെങ്കിൽ ഈ വലാണ് എനിക്ക് കിട്ടിയത്. പെണ്ണുമ്പണ്ണ നോക്കും, ഇവൻ എന്നാ നാശമായി, എനിക്ക് കിടക്കാൻ ജീവനില്ലാത്ത ഇവനെയാണ് എന്റെ കൊടുത്തു, ഇത്രയും നല്ലവൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പറഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും. അവരങ്ങനെ തന്നെ കിടന്നു ഉറങ്ങിപ്പോകും. അതിൽ തന്നെ മനസ്സിൽ ഇതല്ലേ തയ്ക്കാത്തുകൊണ്ട് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി. ആരും അറിയാതെ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് വെക്കും. എന്റെ പെണ്ണാട്ടി മാപ്പിളങ്ങളെ കിടന്നുകൊണ്ട് യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ മിസ്രിയിൽ നിന്നോ വരുന്ന മിസ്രികളായ പെണ്ണുങ്ങളുടെ ചാനൽ അങ്ങോട്ട്, മിസ്രിന്റെ കേബിൾ അങ്ങോട്ട് ചാനൽ ഓൺ ചെയ്യും, കണ്ടുകൊണ്ട് കിടക്കും. ഇതാ ചിന്ത. അങ്ങനെ തന്നെ കിടന്നങ്ങ് മരിച്ചു പോകും. അങ്ങോട്ട് പോകുമ്പോ സ്വർഗത്തിലെ ഹൂറിലീങ്ങൾ കാണും, നോക്കി നിൽക്കും. അവർ വിളിച്ചു കാണിച്ച് കളിയാക്കും നരകത്തിലേക്ക് പോകുമ്പോ. ഇന്ന ശജറത സഖൂം തആമുൽ ലതീം കൽ മുസ്ലി യഗ്ലി ഫിൽ ബുതൂനി കഗലിൽ ഹമീം. നരകത്തിലേക്ക് പോകുമ്പോ ആദ്യമേ സഖൂം എന്ന് തരും. അത് വിശപ്പിന്റെ കടുപ്പം കൊണ്ട് വലിച്ചു വാരി തിന്നുമ്പോ അവിടെ ഇവിടെയും കയറി ഉടക്കും. ഉടക്കിയിട്ട് കുടലും എല്ലാം കൂടെ കൂടി വരി ഇതെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയി കിട്ടിയാൽ മതിയായിരുന്നു ഓർക്കും. ചോദിക്കും 50,000 വർഷം വെള്ളം ചോദിക്കും മാലിക് അലൈഹി ഇസ്ലാമിനോട്. 50,000 വർഷം വെള്ളം ചോദിക്കും. 50,000. ഇന്ന അഅതനാ ലിൽവാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുസ്ലി യശ്വിൽ വുജൂഹ ബിഇസ ശറാബു വസാഅത് മുർതഫഖാ. 50,000 വർഷം ചോദിക്കുമ്പോഴാണ് വളരെ ദൂരെ നിന്ന് കൊളുത്തിൽ പിടിച്ച് പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. ഹമീം കൊണ്ടുവന്ന് കൊടുക്കും. ഭയങ്കരമായ ഹമീം. അത് കൊണ്ടുവന്ന് ചൂട് കാരണം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ മുകളിലെ ചുണ്ട് ഉരുകി മുകളിലോട്ട് പോകും. തലയുടെ ഉച്ചന്തലയുടെ മുകളിലേക്ക് മറിഞ്ഞു പോകും ഉരുകി. താഴെ ചുണ്ട് പൊക്കിൾ വരെ താഴ്ന്നു കിടക്കും. فمن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون. അല്ലാഹു തആല ഖുർആനാണിത്. ഇതും വാങ്ങിച്ച് കുടിക്കുമ്പോ ഉരുകി തത്തുപോകും, നശിച്ചു പോകും, തോലെല്ലാം ഉരുകിപ്പോകും, വെന്ത് തീരൂല, വെന്താലും മരിക്കൂല. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അല്ലാഹു തആല പറയുന്നു, ഓരോ തൊലിയും ഉരുകുമ്പോ അതിനേക്കാൾ കട്ടിയുള്ള വേറെ തൊലി ഞാൻ കൊടുക്കും. ഏത് തൊലിയാണെന്നറിയാവോ? ചുരണ്ടിയ നഖം കൊണ്ട് ഇങ്ങനെ മാന്തിയ പോകുന്നതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 40 മുഴം കട്ടിയുള്ള തൊലിയാണെന്ന്. ഇന്ന ഗിലവ ജിൽദിൽ കാഫിരി 40 ദിറാഅ. നരകത്തിൽ കാഫിറിന്റെ, നരകവാസിയുടെ തൊലിക്ക് കൊടുക്കുന്ന കട്ടി 40 മുഴം കട്ടിയാണ്. ആ തൊലിയാണ് ഇത് കാണുമ്പോ തന്നെ ഉരുകിപ്പോകുന്നത്. വീണ്ടും അതുപോലത്തെ തന്നെ കൊടുക്കും. ചെറുതൊന്നുമായിട്ടല്ല, ഇങ്ങനെയൊന്നും കൊണ്ടുപോയല്ല അല്ല നരകത്തിയിടുന്നത്. 40 മുഴം കട്ടിയുള്ള തൊലി കണ്ടിട്ടുണ്ടോ?
40 മുഴം കട്ടിയുള്ള ഒരു സാധനം നമുക്ക് ആലോചിക്കാൻ നോക്കൂ. എത്ര മുഴം പൊക്കം കാണും? പള്ളിയുടെ പൊക്കം എത്ര മുഴം കാണും? 10 അടിയാകുമ്പോ 6-7 മുഴം കാണും. 40 മുഴം കട്ടിയുള്ള തൊലിയാണ് നരകവാസിയുടെ. വായിൽ ഒറ്റ ഒരു പല്ല ഉഹദ് മലയോളം വലിപ്പമുണ്ടാകും. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം വേണം അവനക്കൊന്ന് ചന്തി വെക്കാൻ. എത്രയാ? 400 ചില്ലാനം കിലോമീറ്റർ അകലെയാ മക്കയും മദീനയും. ഇത്രയും സ്ഥലം വേണം അവനക്കൊന്ന് ചന്തി വെക്കണമെങ്കിൽ. ഇങ്ങനത്തെ സാധനത്തെയാണ് നരകത്തിക്കൊണ്ടേയിരുന്നത്. വേറെ ആരെയല്ല, അള്ളാഹു തആല കാക്കട്ടെ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചില്ല, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച എന്നെയും നിങ്ങളെയും അള്ളാഹു തആല നമ്മളെല്ലാവരെയും ആ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കും. ഇതേ അവസ്ഥയിലാ കൊണ്ടുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതിന്റെ ശിക്ഷയെക്കുറിച്ച് അറിയാനും നമ്മളെല്ലാം തയ്യാറാകണം. അള്ളാഹു തആലയോട് അതിൽ നിന്ന് കാവൽ തരണം. ഇങ്ങനത്തെ നരകത്തിന്റെ ശിക്ഷയാണ്. അപ്പോഴാ കുടിക്കാൻ കൊടുക്കും. ഇതാണ് നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ നരകത്തിലെ പോവുകയുള്ളൂ അള്ളാഹുവിനെ ധിക്കരിച്ച്, അള്ളാഹുവിനെ വിശ്വസിക്കാതെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ചാതെ നടക്കുന്ന ആളുകൾ. അങ്ങനത്തെ ആളുകൾ വെറുതെ അള്ളാഹുവിന്റെ സാലിഹീങ്ങളായ ഔലിയാക്കളെ തോന്നിവാസം പറഞ്ഞ് അവരെ വിറ്റ് കാശാക്കി വയറ് നിറച്ച് നടന്ന് ഇതാണ് ദീൻ എന്ന് പറയുന്നത്. ദീനല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളെ അള്ളാഹു തആല തന്നിരിക്കുന്നത് ബഹുമാനിക്കാനോ ആദരിക്കാനോ അവരുടെ ജീവിതം നമ്മളിലേക്ക് പകർത്താൻ. ഇന്നിപ്പോ അതെല്ലാം മാറിയിട്ട് ഖബർ പൂജയും തുടങ്ങിയ ആളുകൾ ഖബറിലേക്ക് നേർച്ചയാക്കുന്നു. എന്തെല്ലാമാ നേർച്ചയാക്കുന്നത്? നേർച്ചയാക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് തന്നെ അറിയാൻ പാടില്ല. എന്തൊക്കെയാണോ നേർച്ചയാക്കുന്നത്? പറമ്പിൽ കിടക്കുന്ന മണ്ണും വാരി പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവരും ഔലിയാക്ക് നേർച്ചയായി. എന്താ? ബാധ ഒഴിവാകാൻ വേണ്ടി. ശൈത്താൻ ബാധ പിടിച്ച പെണ്ണുങ്ങളുടെ മുടിയും വെട്ടിക്കൊണ്ടുവരും ഔലിയാക്ക് നേർച്ചയായിട്ട്. ബാധ ഒഴിയട്ടെ. ഭീമാപ്പള്ളിക്ക് എന്തൊക്കെയാ നേർച്ച കൊണ്ടുപോകുന്നത്? മാവൂർക്ക് പോകുമ്പോ എന്തൊക്കെയാ നേർച്ചയായിട്ട് കൊണ്ടുപോകുന്നത്? ഇവിടുന്ന് ഇതൊക്കെ നേർച്ച. അവിടെ എന്തിനാ നേർച്ച? മേടിക്കാൻ ആളെടുപ്പുണ്ട്. പൂമാല ഇടണം. പൂമാല ഇടുവോ? ഭീമാപ്പള്ളിയിൽ പോയി മാല പുറത്ത് വെച്ചേക്കാണ് ഇടാൻ വേണ്ടി. കാശ് കൊടുത്താ മാല തരും. ആർക്കിടാൻ? ബീവിയമ്മാക്കിടാനോ? ഇപ്പൊ മാല ഇടുന്ന പണിയാ? മുല്ലപ്പൂവിന്റെ മാല ഇടുന്ന പണിയാണോ? അതൊക്കെ എന്തേ നിർത്തി? ഇപ്പൊ എന്തിനാ മുല്ലപ്പൂ ഇടുന്നത്? പുതിയണ്ണായിട്ട് ഒരുങ്ങിയിരിക്കാനോ? ആഖിറത്തിൽ അവർ അവരുടെ സ്വർഗത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന്റെ പൂക്കൾ കൊണ്ടുവന്ന് കൊടുക്കും. എത്ര വർഷം ഖിയാമത്ത് നാൾ വരെ ഖബറിൽ കിടന്നാലും ആ പൂ വാടുകയില്ല. വാടാത്ത പൂക്കൾ കൊണ്ടുവന്ന് സ്വർഗത്തിന്റെ മുല്ലപ്പൂ കൊണ്ടുവന്ന് കൊടുക്കും. ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും മുല്ലപ്പൂ ഇടുന്നത്. മുല്ലപ്പൂ മോളിക്കൊണ്ടേട്ടാ കുറച്ചു നേരം കഴിയുമ്പോൾ പാടിപ്പോവും. കാലത്തെ കൊണ്ടേയിരുന്ന പൂമാല വൈകുന്നേരം വരുന്ന ആളുകളുടെ എല്ലാം കാശ് മേടിക്കും. എല്ലായിടത്തും കാശ് മേടിച്ച് അതേ മാല തന്നെ. അവസാനം പിറ്റേ ദിവസം മാറുമ്പോൾ അതിനെല്ലാം ഓർന്ന് വാരി മാറ്റി അവിടെ നേർച്ചയായിട്ട് വന്ന കുറച്ച് അരിയും കൂടെ എടുത്ത് കൂട്ടി തബറുക്കാട്ടെന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്ത് കൊടുക്കും. അതും വിറ്റ് കാശാണ്. അതിനെ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ പോലുള്ള ആളുകൾ ഇത് കൂട്ടൊരു 3-4 അരിയും കഞ്ഞി വയ്ക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എല്ലാവർക്കും തൂക്കേടും മാറും ബർക്കത്തിന് വേണ്ടി. എന്ത് ബർക്കത്താ അവർക്ക്! മനുഷ്യൻ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച്? അള്ളാഹ് ഒരു പണിയും ഇപ്പൊ ഇല്ല. എല്ലാ പണിയും ഇവരാണ് ചെയ്യുന്നത്, ഈ മുട്ടാളന്മാർ. ഖബർ പൂജയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ മുട്ടാളന്മാരാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അവരാണ് എല്ലാ കാര്യം. അള്ളാഹ് ഒരു പണിയുമില്ല. അവരുടെ ചെന്ന് പറഞ്ഞേച്ചാൽ മതി. അവർ യാസീന് ഓതി വയ്ക്കും, പാത്തിയായി ഓതി വയ്ക്കും. എല്ലാം നൂലിലിങ്ങനെ കെട്ടി വെച്ചേക്കാണ്. പോകുമ്പോ 2 യാസീൻ 2 ഘട്ടം കഴിച്ചു വിട്ടേക്കും. യാസീനെല്ലാം ഓതി കെട്ടി വെച്ചേക്കുക. ഇല്ലെങ്കിൽ വലിയ ഊതി കുമ്പത്തിൽ നിറച്ചു വയ്ക്കും. 2 യാസീൻ എന്ന് പറഞ്ഞാൽ ഒരിച്ചിരി തുറന്നു വിടും. 1 യാസീൻ എന്ന് പറഞ്ഞാൽ അത്രയും തുറപ്പില്ല, പതുക്കെ ഒന്ന് ചെറുതായിട്ട് തുറന്നു വിടും. എന്നിട്ട് കാറ്റ് പഠിക്കും. കോഴിനെ കൊണ്ടേ രാവിലെ ആരെങ്കിലും ഒരാൾ നേർച്ചയും കൊണ്ട് കോഴി കൊണ്ടുവന്ന് വെച്ചാൽ ആ കോഴിനെ അവിടെ നിർത്തിയേക്കും. വൈകുന്നേരം വരെ വരുന്ന ആളുകൾ കോഴി നേർച്ചയ്ക്ക് വന്ന് 50 രൂപ 100 രൂപ വീതം ഫീസ് വാങ്ങിച്ച് അവന്റെ പേരിൽ രസീത് എഴുതി കൊടുക്കും. ഈ കോഴിയെ ആടിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ രാവിലെ ഒരാട് കൊണ്ടുവന്ന് നിർത്തും. ആട് നേർച്ചയാക്കിയ ആൾക്കാരെല്ലാം വരും. കാലത്തെ മുതൽ വയ്യോളം വരും. എല്ലായിടത്തും 1500 2000 രൂപ രസീത് എഴുതി കൊടുക്കും. പോയി നോക്കിന്റെ കടുവാപ്പള്ളിയിൽ നടക്കുന്ന എന്താണെന്ന് ഉള്ളതാ പറയുന്നത്. ഭീമാപ്പള്ളിയിൽ എന്താ നടക്കുന്നത് പോയി നോക്കി. ഞാൻ എന്തിനാ പറയുന്നത്? നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കോളി. ഇല്ലെങ്കിൽ നിങ്ങൾ ആട് നേർച്ചയായിട്ട് പോകിയിട്ട് ഇവിടെ നിന്ന് ആടൊന്നും കൊണ്ടുപോകണ്ട. അവിടെ പോകുമ്പോൾ ആട് കാണും, ചോദിച്ചാൽ കാണിക്കുന്നു 2500 രൂപ രസീത് എഴുതി തരും. കൊണ്ടുപോകൊന്നും വേണ്ട. ഇതാണ് അവസ്ഥ. ഇങ്ങനെ കാശുണ്ടാക്കി. ഇതാണ് ദീന്. ഇതാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. അല്ലാഹ് ഇങ്ങനെയാണോ വിശ്വസിക്കുന്നത്? നേരെ പോകുന്ന വഴി ഇത് നരകത്തിന്റെ വഴിയാണ്. സ്വർഗത്തിന്റെ വഴിയല്ല, നരകത്തിന്റെ വഴിയാണ്. അല്ലാഹു തആല പറയുന്നു,
ശൈത്താൻ ഇങ്ങനെ കൊണ്ടുപോകും. അവരുടെ കൂട്ടത്തിൽ അള്ളാഹ് കൂടില്ല. ഇവരുടെ നേതാവ്, ഇവരുടെ വഴികാട്ടി, ഇവരുടെ കാര്യദർശി ശൈത്താനാണ്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്. ഇവരുടെ മുമ്പിൽ ശൈത്താനാണ് നിന്ന് കൊണ്ടുപോകുന്നത്. സൂക്ഷിച്ചിരണം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ആരും ഈ പണി ചെയ്യരുത്. ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഹറാമാണ്. വിശ്വാസത്തോടു കൂടി ചെയ്താൽ കാഫിറായി പോകും. കാര്യങ്ങൾ നടത്തുന്നത് ഇവരാണെന്നെങ്ങാനും വിശ്വസിച്ചാൽ കാഫിറായി പോകും. അവരാരും അതൊന്നും ചെയ്യല. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരു പ്രാവശ്യം പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ കാര്യങ്ങൾ നടത്തിത്തരാമെന്ന്. അദ്ദേഹം കാര്യങ്ങൾ നടത്തിത്തരാൻ എനിക്ക് കഴിവില്ല, അള്ളാഹുവിലേക്ക് മടങ്ങ്, ഞാൻ അള്ളാഹുവിൽ നിന്നാണ് കാര്യങ്ങൾ നേടുന്നത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് 40 വർഷം അദ്ദേഹം ജീവിതത്തിൽ വാഴ് പറഞ്ഞ് ഉപദേശിച്ച് നടന്നത്. 25 വർഷം അദ്ദേഹം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ചുറ്റി നടന്നു ഇത് പറയാൻ വേണ്ടി. 40 ആണ്ടോളം വാഴ് പറഞ്ഞവർ, 25 ആണ്ടോളം ചുറ്റി നടന്നവർ എല്ലാം പറഞ്ഞു. പക്ഷെ നമുക്കതൊന്നും കിട്ടിയത് ഓവറായിപ്പോയി. നമ്മളിപ്പോ ഇച്ചിരി ഓവറായിപ്പോയി മാത്രം. കേട്ട് 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 നമ്മളൊക്കെ ഓവറായിപ്പോയി. അവരുടെ ദർജയിൽ നമുക്കിപ്പോ ഇതെല്ലാം കേട്ട് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിക്കാനല്ല. നമുക്കെന്തിനാ വൈദ്യമാല പാടിയായിട്ട് 25 രൂപ കിട്ടുമെങ്കിൽ പാടാൻ ആളുണ്ടാകും. ഇപ്പൊ അത് ആരും പാടിക്കൂല. അതുകൊണ്ടാണ് ഇപ്പൊ മാല ഉണ്ടാകും. ഇപ്പൊ മാല ഉണ്ടോ? ഇപ്പൊ എല്ലാവർക്കും സ്വർണമാലയും പൂമാലയും മതി. വൈദ്യമാലയും വേണ്ട, മഹമൂദ് മാലയും വേണ്ട, മഞ്ഞക്കുളം മാലയും വേണ്ട, നബീസത്ത് മാലയും വേണ്ട. നേരത്തെയൊക്കെ പ്രസവത്തിന് ബുദ്ധിമുട്ട് വന്നാൽ നബീസത്ത് മാല ഓതുവരും. ഇപ്പൊ അതില്ല. അള്ളാഹു താല നമുക്കെല്ലാം മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാണ്. നമ്മൾ ഈമാനിൽ വേറെ ഏതോ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈമാനിനെ കുറിച്ച് പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കണം. അള്ളാഹുവിനെ മാത്രം, വേറെ ഒന്നിനും ഒരു കഴിവുമില്ല എന്ന് വിശ്വസിച്ചാലേ മുഅ്മിനാവൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇലാഹ് ആരാധിക്കപ്പെടുന്ന വസ്തുവായി ലോകത്ത് പല വസ്തുക്കളെയും വെച്ചിരുന്നു. ഇന്നും പല വസ്തുക്കളുണ്ട്. പക്ഷെ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിൽ ബുദ്ധി ഭ്രമിച്ചു പോകുന്ന തരത്തിലുള്ളതിനാണ് ഇലാഹ് എന്ന് പറയുന്നത്. തഹയ്യറത്തിൽ അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുക. അങ്ങനത്തെ ഇലാഹാവുള്ളൂ. ഈ ലോകത്ത് കാണപ്പെടുന്ന എല്ലാ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളും ഇലാഹല്ല. രണ്ടാമത് ഇലാഹിന്റെ അർത്ഥം, ഇലാഹിന് മറ്റൊരർത്ഥമുണ്ട്. അള്ളാഹുവിന് എന്താ? മനസ്സിന് അതിലേക്ക് സമാധാനം കിട്ടും. സമാധാനം ആരിലേക്ക് കിട്ടും? 10,000 വിഗ്രഹത്തെ വെച്ച് പൂജിക്കുന്നവനാണെങ്കിലും ശരി, എന്തെങ്കിലും പ്രയാസം വന്ന് അവസാനം വരുമ്പോൾ എന്ത് ചെയ്യും? ആരെ വിളിക്കും? എല്ലാം മാറ്റിവെച്ച് മുഴുവൻ വിഗ്രഹങ്ങളുടെ അടുത്തുനിന്ന് മാറി മാറി എന്ന് വെച്ച് ഈശ്വരാന്ന് വിളിക്കും. അപ്പൊ ഇതൊന്നുമല്ല, വേറെ ഏതോ ആണെന്ന്. സമാധാനം അവിടെയോ കിട്ടുമെന്ന്. ഒരൊറ്റ ക്രിസ്ത്യാനിയും മറിയമിന്റെ അടുത്തോ യേശുവിന്റെ അടുത്തോ അല്ലെങ്കിൽ പള്ളിയിലെ പുരുഷന്റെ അടുത്തോ അഭയം തേടുകയില്ല. രക്ഷയില്ലാതെ വന്ന അവസാനം ആരെ വിളിക്കും? യേശുക്രിസ്തുവിനെ വിളിക്കൂല. ദൈവമേനെ വിളിക്കുള്ളൂ. അല്ലാഹുവിലേക്ക് ഒരു സമാധാനം അവിടെയാ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് സുമ്മ തലീനു ഖുലൂബുഹും വജുലൂദുഹും ഇലാ ദിക്രില്ലാഹ്. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ മനസ്സിന് സമാധാനം കിട്ടും. അപ്പോഴാ മനസ്സിന് സമാധാനമാവുക. അള്ളാഹുവിലേക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അള്ളാഹുവിന്റെ അർത്ഥം അതാ. ഇലാഹിന്റെ അർത്ഥം ഏതൊന്നിലേക്ക് സമാധാനം കിട്ടുമോ ആ ശക്തി. അതാരേ ഉള്ളൂ? അള്ളാഹ് മാത്രമേ. ഇനി ഇലാഹിന് അർത്ഥമുണ്ട്. ഇലാഹിന് അള്ളാഹ് എന്ന് പറഞ്ഞു കാണാത്തത്, മറഞ്ഞത്, സർവ സൃഷ്ടികളുടെയും കണ്ണിൽ നിന്നും മറഞ്ഞത്, എല്ലാത്തിൽ നിന്നും മറഞ്ഞത്. ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ദൈവങ്ങൾ, ശക്തികളുണ്ടോ? മറഞ്ഞത്, കാണാത്തത്, കാണാൻ പാടില്ലാത്തത്, സാധിക്കാത്തത് ഇല്ല. അല്ലാഹ് മാത്രമേ ഉള്ളൂ. അല്ലാഹ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദുനിയാവിൽ വെച്ച് കണ്ടിട്ടില്ല. വാനലോകത്ത് വെച്ചാണ് കണ്ടിരിക്കുന്നത്.
അല്ലാഹുവിനെ കാണാൻ ആർക്കും സാധിക്കുകയില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ആർക്കും കാണാൻ പറ്റുകയില്ല. ഇത് എല്ലാത്തിൽ നിന്നും മറഞ്ഞത്. അപ്പോ ആരാധിക്കപ്പെടുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി ആർക്കും അറിയാൻ പറ്റാത്ത തരത്തിൽ ബുദ്ധികൾ ഭ്രമിച്ചു പോകുന്ന, പൂർണ്ണമായ നിലയിലും സമാധാനം നേടാൻ പറ്റുന്ന, ആർക്കും കാണാൻ പറ്റാതെ മറഞ്ഞ ഇലാഹിനെയാണ് അല്ലാഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹ് എന്ന പദത്തിന് മലയാളത്തിലോ മറ്റൊരു ഭാഷയിലോ അർത്ഥം പറയാൻ പറ്റില്ല. അവസ്ഥമാണ് ദൈവം എന്നുള്ള അർത്ഥം മലയാളത്തിൽ പ്രയോഗിക്കരുത്. അല്ലാഹുവിന് പറയാൻ പറ്റിയ വാക്കല്ല. ദൈവം എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ ദേവന്മാർക്കും ദേവികൾക്കും പ്രയോഗിക്കുന്ന വാക്കാണ് ദൈവം. അല്ലാഹ്ക്കത് പറയാൻ പാടില്ല. അല്ലാഹ് എന്നുള്ളതിന് ദൈവമെന്ന് പരിഭാഷയെ പറയാൻ പാടില്ല. പറഞ്ഞ ആഹുല ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളത് ഉപയോഗിക്കരുത്. കാരണം കാണുന്ന പൂജിക്കപ്പെടുന്ന ദേവതകൾക്കും ദേവന്മാർക്കും പറയപ്പെടുന്ന പേരാണ് ദൈവമെന്ന് മലയാളത്തിൽ അങ്ങനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ വാക്ക് അല്ലാഹ് പറയാൻ പാടില്ല. അല്ലാഹുവിന് വേണ്ടി അല്ലാഹ് മാത്രമേ പറയാവുള്ളൂ. വേറെ ഒരു പദവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹ് എന്ന് ലോകത്ത് മറ്റു ഒരു വസ്തുവിനും പേരും വെക്കൂല. അല്ലാഹുവിന്റെ മറ്റെല്ലാ പേരുകളും ആർക്ക് വേണമെങ്കിലും അവന് ചേർത്ത് വെക്കാം, അല്ലെങ്കിൽ നേരെ വെക്കാം. പക്ഷെ പറയാം അല്ലാഹ് എന്ന പേര് മാത്രം ആർക്കും പറയാൻ പറ്റില്ല. അബ്ദുൽ റഹീം എന്ന പേരിടും, റഹീം എന്ന് വിളിക്കും. അബ്ദുൽ കരീം എന്ന പേരിടും, കരീം എന്ന് വിളിക്കും. അബ്ദുൽ റഹ്മാൻ എന്ന് പേരിടും, റഹ്മാൻ എന്ന് വിളിക്കും. അബ്ദുൽ അസീസ് എന്ന പേരിടും, അസീസ് എന്ന് വിളിക്കും. അബ്ദുല്ല എന്ന് പേരിട്ടിട്ട് അല്ലാഹ് എന്ന് വിളിക്കാറുണ്ടോ? ആരും വിളിക്കൂല. ഇന്നോളം കേട്ടിട്ടില്ല. കാരണം വിളിക്കാൻ ഒക്കില്ല. അപ്പൊ അല്ലാഹ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ശക്തിക്ക് മാത്രമേ, ഇത് അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്, ആരാധിക്കപ്പെടാനും സ്തുതിക്കാനും സ്തുതിക്ക് അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹ് ഒന്നാണോ പറഞ്ഞല്ലോ? ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ സിഫത്തുകളല്ല പറഞ്ഞതാണോ? കാണൂല, ഉണ്ടാകാൻ പറ്റൂല. കാരണം ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒത്തുചേരണം. അപ്പോഴേ ഉള്ളൂ അല്ലാഹുള്ളൂ. ആ അല്ലാഹ് ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹനെ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തുന്നത്. എവിടെ വെച്ചും ഖുൽ ഹുവല്ലാഹു അഹദ്, ഹുവല്ലാഹു അഹദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമേണ്ട അല്ലാഹ് ഒന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹ് അല്ലാതെ വേറെ ഇലാഹില്ല. വേറെ ഒരു സിഫത്തും പറഞ്ഞിട്ടില്ല. അല്ലാഹു തആലയ്ക്ക് എത്ര സിഫത്തുണ്ട്? എന്നിട്ട് അല്ലാഹു തആല ഈ അല്ലാഹുവിന്റെ കഴിവുകളെ മുഴുവൻ അല്ലാഹുവിന്റെ സിഫാത്തുകൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഖുർആനിൽ എവിടെ നോക്കിയാലും ഇന്നല്ലാഹ അലീമുൻ ഹകീം, ഇന്നല്ലാഹ അസീസുൻ ഹകീം, ഇന്നല്ലാഹ ഗാലിബുൻ അലാ അംരി, ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹുവിന്റെ സിഫാത്തുകൾ ഖുൽ ഹുവൽ ഖാദിർ, والله على كل شيء قدير، والله بكل شيء عليم، إن الله عليم بما تعملون، إن الله خبير بما تعملون، إن الله بصير بالعباد. الله له صفاتകൾ പറഞ്ഞ അല്ലാഹു തആല പരിചയപ്പെടും. എന്ന സിഫാത്തുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹു തആലയ്ക്ക് 99 നാമങ്ങളുണ്ട്. 99 നാമങ്ങൾ. ഇതെല്ലാം അല്ലാഹുവിന്റെ ഓരോരോ സിഫാത്തുകളെ ധരിപ്പിക്കുന്നതാണ്. ഇത് മുഴുവനും ആരെങ്കിലും പഠിച്ച് മനസ്സിലാക്കി ആ സിഫാത്തുകളിലുള്ള ഗുണങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ആ സിഫാത്തുകൾക്ക് അല്ലാഹുവിനെ അടിമപ്പെടാനും സാധിച്ചാൽ ദഖലൽ ജന്ന. ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദതൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആ സിഫാത്തുകൾ മുഴുവനും മനസ്സിലാക്കി അതിനെ അനുസരിച്ച് അതിന്റെ പേരിൽ അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ആ ഗുണങ്ങൾ തന്നിൽ ഉണ്ടാക്കിയവനായി ജീവിച്ചാൽ ആ ഗുണങ്ങളുടെ രൂപം അല്ലാഹു ഏത് സിഫത്താണോ പറയുന്നത് ആ ഗുണങ്ങൾ. റഹ്മാൻ സിഫത്ത് പഠിച്ചു, റഹ്മത്തിന്റെ കരുണയുടെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. അസീസ് സിഫത്ത് പഠിച്ചു, അല്ലാഹുവിന്റെ ഇസ്സത്തിന്റെ സിഫത്ത് നമ്മളിൽ ഉണ്ടാകണം. അന്തസ്സോടെ അഭിമാനത്തോടെ നടക്കണം. എന്തന്തസ്സ? ഇസ്ലാമിന്റെ അന്തസ്. അല്ലാഹു തആല ആ ഇസ്സത്ത് കൊടുക്കും. അല്ലാഹുവിന്റെ സിഫാത്തുകൾ ഈ 99 നാമങ്ങളും പഠിച്ച് അതിന്റെ ഗുണങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ മനസ്സിലാക്കി അതിന്റെ പേരിൽ അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ജീവിതത്തിൽ ഓർമ്മയാക്കിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അല്ലാതെ വെറും 99 പേര് പറയാൻ എളുപ്പമുണ്ട്. അല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം, അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, അൽ ഖാലിഖുൽ ബാരിഖുൽ മുസവ്വിറുൽ ഗഫ്ഫാറുൽ ഖഹ്ഹാറുൽ വഹ്ഹാബുർ റസ്സാഖുൽ ഫത്താഹുൽ അലീമുൽ ഖാബിദുൽ ബാസിത്തുൽ ഖാഫിദുൽ മുഇസ്സുൽ മുദിൽ, السميع البصير الحكم العدل اللطيف الخبير.
എല്ലാവർക്കും. ഈ പേര് മാത്രം പറഞ്ഞു, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. 1000 പ്രാവശ്യം പറഞ്ഞിട്ടും പറഞ്ഞു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളായതിന്റെ പേരിൽ അതിന്റെ ഗുണങ്ങൾ എന്തായാലും ഉണ്ടാകും. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യും. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു ദുആ ചെയ്യണോ? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പറഞ്ഞു ദുആ ചെയ്യും. അള്ളാഹുവിന്റെ ഇസ്മുൽ ആമം പറഞ്ഞു ദുആ ചെയ്യും. അപ്പൊ അതൊന്നും പറഞ്ഞ് ദുആ ചെയ്യാൻ നമുക്ക് നേരമില്ല. നമ്മൾ ബാക്കി എവിടെയെങ്കിലും ആ കവറ് കൊണ്ട് ഈ ഉപ്പാപ്പാനെ കൊണ്ട് ആ ഉപ്പാപ്പാടെ പേരിൽ തരണേന്ന് പറയാനേ ഉള്ളൂ. അള്ളാഹുവിന്റെ പേര് പറയാൻ ആരുമില്ല. അള്ളാഹിനെ ആർക്കും വേണ്ട. അള്ളാഹിനെ ചുമ്മാ ഇരുത്തിയിരിക്കുക, പണിയൊന്നും ഇല്ലാതെ. അള്ളാഹ്ക്ക് പോലും പണിയില്ല. എല്ലാവരും കൂടെ കൂടി ലീവ് കൊടുത്ത് വിട്ടിരിക്കുക. അള്ളാഹുവിന്റെ നാമം, ഈ പേരുകൾ ആരെങ്കിലും പഠിച്ചതിനനുസരിച്ച് ജീവിച്ചാൽ അവൻ സ്വർഗത്തിൽ കിടക്കും. അതാണ് ഈമാൻ. അള്ളാഹുവിന്റെ ഈ സിഫാത്തുകളെ കുറിച്ച് പഠിക്കണം. 99 നാമങ്ങളുണ്ട്. എങ്ങനെയാ പറയുന്ന 99 ദിവസമെങ്കിലും വേണം ഓരോന്നിനെ കുറിച്ച് പറയാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, അത് പറയുന്നത് നല്ലതാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ. അതനുസരിച്ച് അള്ളാഹുവിനെ വിശ്വസിക്കണം. അപ്പോഴേ അള്ളാഹുവിനെ വിശ്വസിച്ചതാവുകയുള്ളൂ, ഈമാനാവുകയുള്ളൂ. ഈ ഈമാനാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്. അൻതുമിന ബില്ലാഹ്, അള്ളാഹുവിനെ വിശ്വസിക്കലാണ്. അള്ളാഹുവിനെ സർവ്വതും ഏൽപ്പിക്കണം. ഈ ഇലാഹിനെ സമ്മതിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവായിട്ട് പറഞ്ഞു, അല്ലാഹു തആല റബ്ബാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ. ആദ്യം മുതൽ അതുകൊണ്ട് സാധാരണ നേഴ്സറിക്ക് പറയും മദ്രസ തർബിയ്യ എന്ന് പറയും. പരിപാലിക്കുന്ന മദ്രസ നേഴ്സറിക്ക് അങ്ങനെയാ പറയും. അവിടെ ഒരു പരിപാലനം. പക്ഷെ റബ്ബിന്റെ യഥാർത്ഥ അർത്ഥം എന്തോ? ഏത് വസ്തുവിനെയും അതാതിനാവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ കൊടുത്ത് കുറേശ്ശെയായി അതിനെ വളർത്തി അതിന്റെ വളർച്ചയുടെ പൂർണ്ണതയിൽ എത്തിക്കുന്നവൻ. ഇതാണ് റബ്ബ്. റബ്ബ് അത് ആരെക്കൊണ്ട് സാധിക്കും? ആരെക്കൊണ്ട് സാധിക്കും? അല്ലാഹു തആല തീരുമാനിച്ചു, ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ഇവൻ പുറത്തു വന്ന് വലിയ എഞ്ചിനീയർ ആകാനുള്ളവനാണ്. അതുകൊണ്ട് അവിടെ വെച്ച് അളക്കാനും പിടിക്കാനും വരയ്ക്കാനും എഴുതാനും കുത്താനും ഒക്കെ ഇവന്റെ കൈക്കും കാലിനും ഒക്കെ ബലം വേണം. അതുകൊണ്ട് ഇപ്പോഴേ ബലമുള്ള 2 കൈ കൊടുത്തേക്കാമെന്ന് അല്ലാഹു തീരുമാനിച്ച ഇതായിരിക്കും സ്ഥിതി. ഒരു പെണ്ണുങ്ങൾക്കും പ്രസവിക്കാൻ പറ്റുകയില്ല. അതിനു മുമ്പേ തന്നെ കൊച്ചിന്റെ കൈ വെളിയിൽ വരും. കാലെങ്ങാനും അല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന കാലത്തുള്ളതുപോലെ വലുതാക്കി കൊടുത്ത കാല് വയറ് ചവിട്ടിപ്പൊളിച്ച് വെളിയിൽ വരും. പെട്ടെന്നൊതുങ്ങുന്നത്. ഇനി വരുമ്പോ ഇവൻ തിന്നാനുള്ളതല്ലേ, പാലൊക്കെ കുടിച്ച് വയറ് നിറയ്ക്കാനുള്ളത്. അതുകൊണ്ട് ഇവന്റെ അത്രയുള്ള വയറ് കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ച അമ്മ തിന്നാ മതിയാവൂല. എന്തോരം തിന്നാലും ഈ കൊച്ചിന് മതിയാവൂല. പിന്നെ എന്റെ തള്ളയ്ക്ക് മതിയാവുന്നത്. അല്ലാഹു തആല ആ സമയത്ത് എന്താണോ വേണ്ടത് അത് കൊടുക്കും. വായിൽ കൂടി ആഹാരം കൊടുക്കാൻ പറ്റാത്തതാണ് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് വളർച്ചയ്ക്ക് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. രക്തം, ഹൈദിന്റെ രക്തമാണ് അല്ലാഹു തആല കുട്ടിക്ക് കുടിപ്പിച്ച് വളർത്തുന്നത് ഗർഭത്തിൽ. അതുകൊണ്ട് അല്ലാഹു തആല വായിൽ കൂടി കൊടുത്തില്ല, പൈപ്പ് ഫിറ്റ് അല്ലേ? ഇങ്ങോട്ട് വരുമ്പോ പൈപ്പിന്റെ ബന്ധം വേർപെടുത്തി എന്നിട്ട് അല്ലാഹു തആല ഈ സാധനത്തെ നേരെ തിരിച്ച് പാലാക്കി വരുന്നു. പാലാണ്. എതിരെയാ പാല് വരുന്നത്? അല്ലാഹു തആല മൃഗങ്ങൾക്ക് പാല് കൊടുക്കുന്നതിനെ, പാലുണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പാല് നിങ്ങൾ കുടിച്ചു നോക്കുമ്പോൾ ചോരയുടെ ചുവ വരാറുണ്ടോ? കാഷ്ടത്തിന്റെ ചുവ വരാറുണ്ടോ? എന്നാ അറിഞ്ഞോ, ഞാൻ പാല് ചുരത്തി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് രക്തത്തിന്റെ കുഴലും ചാണകത്തിന്റെ കുഴലും ചേർന്ന് നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടിയാണ് കൊണ്ടുവരുന്നത്. മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ ലിശ്ശാരിബീൻ. അല്ലാഹു തആല ആരെങ്കിലും പാല് കുടിക്കുമ്പോ ചാണകത്തിന്റെ ചുവന്ന മേടിക്കോ? ഇല്ല. പശുവിനെ കറന്നപ്പോ ചാണകം വീണു എന്ന് പറയും. രക്തത്തിന്റെ ചുവന്ന കറവ തീർന്നപ്പോ ഞെക്കിപ്പിഴിഞ്ഞു കൊണ്ടുവന്നതാണെന്ന് പറയും. എനിക്കില്ല, ഈ 2 പാലും വേണ്ടാന്ന് പറയും. അല്ലാഹു പറയുന്നു, ഇത് രണ്ടിന്റെയും ഇടയിൽ കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ പാല് തരുന്നത്. അതോ മാറ്റം വരാറുണ്ടോ? മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. അല്ലാഹു തആല പറഞ്ഞു വരും. ഇതേപോലെയാണ് നിങ്ങൾക്കും ഞാൻ പാല് തന്ന് വളർത്തുന്നത്. ആ രക്തം ഓടുന്ന കോലുകളിൽ കൂടി നിങ്ങൾക്ക് പാലിനെ ഞാൻ ചുരത്തി തരുന്നു. അതിനിടയിൽ നിന്നും നോക്കിയാൽ കാണൂല. പശുവിന്റെ അകട് മുറിച്ചു നോക്കിയാൽ പാല് കിട്ടുമോ ചോര കിട്ടുമോ?
കാലത്തെ പോയി 15 ലിറ്റർ പാല് കറക്കുന്ന പശുവാണ്. ഒരുപാട് നേരം കറന്നുകൊണ്ടിരിക്കാൻ പറ്റൂല, പെട്ടെന്ന് അത്യാവശ്യത്തിന് പോകണം, എവിടെയോ ആശുപത്രിയിൽ പോകാനുണ്ട്, അതുകൊണ്ടെന്നാ വേഗം എടുത്തേക്കാന്ന് പറഞ്ഞ് പോയി കത്തിയും കൊണ്ട് അതിന് ചെറിഞ്ഞു നോക്കിയാ ഒരു ലിറ്ററല്ല, ഒരു മില്ലി ലിറ്റർ പാല് പോലും കിട്ടൂല. അമ്മ പാല് കുടിക്കാന്നുള്ളത് പാല് ഭരിച്ചു കുടിക്കുന്നതിന് പകരം ഇത് ഒരുപാട് നേരം കാത്തിരിക്കാൻ പറ്റില്ല എന്നുള്ള കടിച്ചു പറിച്ചാലോ പാല് കിട്ടുമോ? കിട്ടൂല. അപ്പൊ അല്ലാഹു തആല വെച്ചിരിക്കുകയാണ് ആവശ്യമായ സാധനത്തെ ആവശ്യമായ അളവിൽ ആവശ്യമായ സമയത്ത് അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളർത്തി അതിന്റെ വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. തെങ്ങ് കണ്ടിട്ടുണ്ടോ? ഇതിന്റെ കൊന്നത്തെങ്ങ് എത്ര പൊക്കം കാണും? എത്ര പൊക്കം കാണും? സാധാരണ നിലയിൽ കൊന്നത്തെങ്ങിന് 40 അടി പൊക്കം വരും. 40 അടി പൊക്കം എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിന്റെ ഒരു 4 ഇരട്ടി. 40 അടി കുറവാണോ? 40 പോരാ. ഒരു 60 അടിയെങ്കിലും പൊക്കം ഉണ്ടെന്ന് കൂട്ടിക്കോളി. ഒരു കുന്നത്തെങ്ങിന് 60 അടി എന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് ഒരു 6 നില കെട്ടിടമെന്ന് കണക്ക് കൂട്ടിക്കോളി. ഈ 60 അടി പൊക്കമുള്ള തെങ്ങിന്റെ മുകളിൽ തേങ്ങ ഉണ്ടാവുമോ? കരിക്കിന്റെ വെള്ളത്തിന് നല്ല മധുരമായിരിക്കോ? എവിടെന്നാ ഈ വെള്ളം കിട്ടുന്നത്? വെള്ളം എവിടെ നിന്ന് കിട്ടും? വലിയ കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന തെങ്ങ് ഭൂമിയുടെ ഉള്ളിൽ എവിടെയാണോ വെള്ളം ഉള്ളത് അവിടെ നിന്ന് വേരിൽ കൂടി വെള്ളം വലിച്ചെടുക്കുന്നു. 6 നില പൊക്കമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ ടാങ്ക് വെച്ചിട്ട് വെള്ളം കിണറ്റിൽ നിന്ന് അടിക്കണമെങ്കിൽ എത്ര പവറുള്ള മോട്ടർ വേണം? എത്ര പവറുള്ള മോട്ടർ വേണം? 60 മുഴം പൊക്കത്തിലേക്ക് എത്താൻ ജെറ്റ് പമ്പ് വേണോ? മോണോ ബ്ലോക്ക് മതിയോ? ജീവാട്ടിന്റെ പമ്പ് പറ്റൂല. അപ്പൊ 60 മുഴം പൊക്കത്തിലേക്ക് വെള്ളം എത്തിക്കണമെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നു എത്ര പവറുള്ള പമ്പ് വെച്ചാൽ വെള്ളം അടിച്ചു കയറ്റി നമ്മൾ എടുക്കുന്നത്. ഇത്രയും വലിയ തെങ്ങ് വലിയ മലയുടെ മുകളിൽ, അതിന്റെ മുകളിൽ കയറി നമ്മൾ കുഴിച്ച 60 അടി താഴ്ത്തിയാലും വെള്ളം കിട്ടൂല, വെള്ളമില്ലാത്ത സ്ഥലമായിരിക്കും. പക്ഷെ ആ തെങ്ങിന്റെ മുകളിലും കരിക്കും തേങ്ങായി കൊണ്ട് വെള്ളമുണ്ട്. അല്ലാഹു തആല ഒരു പമ്പും ഇല്ലാതെ വെള്ളം അവിടെ എത്തിക്കൊണ്ടിരിക്കും. ഈ വെള്ളം മുഴുവനും വലിച്ചെടുക്കുന്നു. വേരിൽ നിന്ന് എന്താകുന്ന തെങ്ങിന് തടി ആവശ്യമാണ്, അതിന്റെ ചോറ് ആവശ്യമാണ്, മടൽ ആവശ്യമാണ്, തേങ്ങാക്ക് ചകിരി വേണം, പുറത്തെ ചകിരി തോട് വേണം, ചിരട്ട വേണം, എല്ലാം വേണം. ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? വെള്ളത്തിൽ നിന്നും. ചെറിയ കുരമ്പച്ചാവണതിന് മുമ്പായിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇത് പൂക്കളെ എടുത്തേക്ക് നോക്കിയാൽ വന്നതെന്നാണോ? ഞെക്കിയാ പൊട്ടിപ്പോവും. ആ സാധനം പിന്നെ ചെറുതായിട്ട് വരുന്നു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നു. വന്ന് നിറച്ചുകൊണ്ട് അതിൽ നിറയ്ക്കുന്ന ഈ വെള്ളം കുറെ ഭാഗം പുറത്ത് വലിയ കട്ടിയുള്ള തൊണ്ടായിട്ട് മാറുന്നു. ഇരുമ്പ് കൊണ്ടേ കുത്തിയാതെ മുറിയുള്ളൂ. കുറെ ഭാഗം അതിന്റെ അകത്ത് പഞ്ഞി പോലെയുള്ള ചകിരിയായിട്ട് മാറുന്നു. കാരണം ഈ സാധനത്തിൽ നിന്ന് പുറത്തു നിന്ന് യാതൊരു തരത്തിലുള്ള കുഴപ്പവും അങ്ങോട്ട് ഉണ്ടാകരുത്. അതിന്റെ അകത്തുള്ള സാധനം ആ മനുഷ്യന് തിന്നാൻ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ വലിയ കട്ടിയുള്ള മതിൽ ചിരട്ട അല്ലാഹു തആല വെക്കുന്നു. അതിന്റെ ഉള്ളിലായി ഈ വെള്ളത്തെ അല്ലാഹു തആല ശേഖരിച്ചിരിക്കുന്നത്. കരിക്കായിട്ടിട്ട് നിറച്ച് വെള്ളമായിരിക്കും. കുറച്ചുനാൾ കഴിയുമ്പോൾ കുലുങ്ങാൻ തുടങ്ങും. എന്താ? ആ വെള്ളം കുറേശ്ശെ ഉറച്ച് തേങ്ങായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ റബ്ബ് വേറെ ഉണ്ടോ? ഈ റബ്ബിനെ ആരാധിക്കാൻ അല്ലാഹു തആല. ഇനി ഇങ്ങനെ എല്ലാം പരിശോധിച്ച് നോക്കണേ, എല്ലാം പരിശോധിച്ച് നോക്കണേ. വീട്ടില് കപ്പ നട്ടേക്കുന്നു, ഇഞ്ചി നട്ടേക്കുന്നു. ഇഞ്ചിയുടെ ചുവട്ടിൽ ഇഞ്ചിക്കണ്ടം വെട്ടിയിട്ട് അതിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി 2 മുളകിന്റെ അരിയിടും, ചീനി നടും. മറ്റേ സൈഡില് വെള്ളരിക്കാടെ കുരുവിടും. അതിന്റെ അപ്പുറത്ത് ഒരു വെണ്ടയ്ക്കാടെ കുരുവിടും. അതിന്റെ അപ്പുറത്ത് 4ാമത്തെ മൂലയിൽ ഒരു പയറ് വിടും. എന്നിട്ട് 4നും വള്ളി വരുമ്പോ പയറിന് കമ്പ് കുത്തി കൊടുക്കും. ചീനിയാണെങ്കിൽ തെളിച്ചു വിട്ട് അതിന് ചാണകവും ഒക്കെ ഇട്ട് കൊടുക്കും. നടുക്ക് ഇഞ്ചി കണ്ടത്തിൽ ഇഞ്ചിക്ക് വളവും വെച്ചു കൊടുക്കും. പയറ് പറിക്കുമ്പോ എരിയോ? പയറ് പറിച്ചെടുത്താൽ എരിയോ? ഇല്ല. വെണ്ടയ്ക്കാക്ക് എരിവ് വേണോ? മുളകിനോ? ഇഞ്ചിയുടെ എരിവായിരിക്കുമോ മുളകിന്റെ എരിവോ? മുളകിന്റെ എരിവ് വേറെ ആയിരിക്കുമോ? വെള്ളരിക്കാക്ക് മധുരം കാണുമോ എരിവ് കാണുമോ? പിഞ്ചിനെ പറിച്ചു നിന്നാ എവിടെന്നാ? മുളകിന്റെ ചുവട്ടിൽ നിന്ന് മുളകിന് എരിവ്, വെള്ളരിക്ക അതിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്നു മധുരം, വെണ്ടയ്ക്ക അതിന്റെ അപ്പുറത്തുനിന്ന് അതേ സ്ഥലത്ത് വളരുന്നു അതിന് കൊഴുപ്പ്, ഇപ്പുറത്ത് പയറ് അതിന് നല്ല ഉറച്ച ചെറിയ ചെറിയ മണികൾ, അത് നല്ല മധുരമുള്ളത്. അല്ലെങ്കിൽ പച്ചയ്ക്ക് പറിച്ച കയ്പുള്ളത്, ചവർപ്പുള്ളത്.
ഇതിന്റെ എല്ലാത്തിന്റെയും നടുക്ക് കിടക്കുന്നു ഇഞ്ചി, അതിന് വേറെ ഒരു സൈസ് എരിവ്. ഇതിനെല്ലാത്തിനും കൊടുക്കുന്ന വളം ഒരേ വളം. എവിടെ നിന്ന് കിട്ടി? ആ ഇഞ്ചിക്കണ്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു തെങ്ങ്, അതിൽ നിന്നൊരു കരിക്കിട്ട് നോക്കി, കരിക്കിന് ഇഞ്ചിയുടെ ചുവ കാണുമോ, മുളകിന്റെ ചുവ കാണുമോ, പയറിന്റെ ചുവ കാണുമോ, വെണ്ടയ്ക്കാടെ ചുവ കാണുമോ, വെള്ളരിക്കാടെ ചുവ കാണുമോ? ഒന്നും കാണൂല. ആരാ ഇത് തിരിച്ചു കൊടുക്കുന്നത്? അള്ളാഹ് ചോദിക്കുന്നു, ഈ സാധനങ്ങളൊക്കെ നട്ട് കൃഷി ചെയ്ത് മുളപ്പിക്കുന്നത് ഈ പറഞ്ഞ സാധനങ്ങളും നിങ്ങളും ഒക്കെയാണോ? അത് ഞാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. الله سبحانه وتعالى പറഞ്ഞു, إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. الله سبحانه وتعالى പറഞ്ഞു, ഇതാണ് റുബൂബിയ്യത്ത്, ഇതാ റബ്ബ്. ഈ റബ്ബിനെ ആരാധിക്കാനാ പറയുന്നത്. ഈ റബ്ബ് എവിടെയുണ്ട്? വേറെ ഉണ്ടോ? ഇത് ആലോചിച്ചപ്പോഴാണ് മക്കക്കാരായ വലിയ വലിയ ആളുകൾ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിനെ പോലെ വർഷങ്ങളോളം യഥാർത്ഥ ഇലാഹിനെ തേടി നടന്ന് വിഗ്രഹങ്ങളെ മുഴുവൻ പൂജിച്ച് അവസാനം രക്ഷയില്ലാതെ വന്നപ്പോ ഈമാ മനസ്സിലായപ്പോ പറഞ്ഞത്, റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമത്തിൽ ഉമൂറു തറസ്സല്ലാത വൽ ഉസ്സ ജമീഅ കദാലിക യഫ്അലു റജുലുൽ ബസീറു. ഈ 1000 റബ്ബിനെ വെച്ച് ഞാൻ പൂജിച്ചുകൊണ്ടിരുന്നല്ലോ, റബ്ബിനെന്താ ഒരു കഴിവുമില്ലാത്ത ഈ റബ്ബ് ഏകനായ ഒറ്റ റബ്ബിനെയല്ലേ ആരാധിക്കേണ്ടത്? അതുകൊണ്ട് ലാത്തായും വേണ്ട, ഉസ്സായും വേണ്ട, ഒരു ദൈവവും വേണ്ട, ഒരു ദൈവവും വേണ്ട, ഒരമ്മയും വേണ്ട, ഒരപ്പനും വേണ്ട, ഒരു ആനന്ദ നൃത്തവും വേണ്ട, ഒരു കവവും വേണ്ട, ഒരു ഔലിയായും വേണ്ട, ഒന്നും വേണ്ട. ബുദ്ധിയുള്ള മനുഷ്യൻ ഇതാ ചെയ്യുന്നത് എന്ന് സ്വയം പറയാൻ നിർബന്ധിതനായി ഈമാനിലേക്ക് വന്നത്. റബ്ബിനെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തിയപ്പോ ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അള്ളാഹ് കാഫിരീങ്ങളോടും പറഞ്ഞത്, മോമിനീങ്ങളോടും പറഞ്ഞത്, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കും. ആ റബ്ബ് ഒന്നേ ഉള്ളൂ. നിങ്ങൾ എന്തെല്ലാം ദൈവങ്ങളെ വെച്ചാലും റബ്ബല്ല. റബ്ബിന്റെ ജോലിയും അതിനെ കൊണ്ട് സാധിക്കുകയില്ല. ഞാനാണ് റബ്ബ്. ഈ റബ്ബിനെ വിശ്വസിക്കണം. ഖബറിൽ പോകുമ്പോ എന്ത് ചോദിക്കും? അതാ മൻ അള്ളാന്ന് ചോദിക്കുവോ? എന്റെ അള്ളാഹ് ആരാന്ന് ചോദിക്കുവോ? റബ്ബ് ആരാന്ന് ചോദിക്കുവോ? അള്ളാഹ് ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും, ഞാന് വിഗ്രഹത്തെ ആരാധിച്ചത്, ലാത്തായെ ആരാധിച്ചത്, ഉസ്സായെ ആരാധിച്ചത്, അമ്മയെ ആരാധിച്ചത്, അപ്പനെ ആരാധിച്ചത്, വേറെ എവനെയെങ്കിലും ആരാധിച്ചത് എന്ന് പറയും. അത് അള്ളാഹ്ക്ക് അറിയണ്ട. കാരണം അള്ളാഹുടെ അർത്ഥം മനസ്സിലാക്കി വെച്ചേക്കുന്ന ആരാധിക്കപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ആരാധിച്ചവനെ പറഞ്ഞു കളയും ചിലപ്പം. അതല്ലേ മക്കാർ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അവർ ചോദിച്ചു, എടാ ഇതെന്തൊരു അത്ഭുതമായി, ഈ കാലം മുഴുവൻ ഞങ്ങൾ ഒരുപാട് അള്ളാഹനെ വെച്ചിരുന്നു, ഇപ്പൊ മകൾക്ക് ഒറ്റ അള്ളാഹേ ഉള്ളൂ. ലോകത്ത് ഇതുപോലത്തെ അത്ഭുതം കേട്ടിട്ടില്ല. 5-6 അത്ഭുതങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിനേക്കാളും വലിയ അത്ഭുതമായി എല്ലാ ദൈവങ്ങളെയും മാറ്റിയിട്ട് ഇയാൾ വന്നിപ്പോ ഒറ്റ ദൈവമാണ്. എന്തിനിടപാടായത്? അപ്പൊ ഇലാഹെന്ന് ചോദിച്ചിരുന്നെങ്കിൽ അങ്ങനെ പറയും. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കും, അവിടെ ഖബറിൽ ചോദിക്കും, മൻ റബ്ബുക, നിന്നെ ഈ നിലയിൽ ആക്കി പരിപാലിച്ച് ഇവിടം വരെ എത്തിച്ചു കൊണ്ടുവന്നവൻ ആരാണ്? മൻ റബ്ബുക. അതാ റബ്ബിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ ആർക്കും വേറൊന്നും പറയാനില്ല. റുബൂബിയത്തിനെ ചോദിച്ചാൽ വേറെ ഒരു മറുപടിയില്ല. അള്ളാഹയാണെന്ന് പറയാനേ വെക്കുള്ളൂ. അതുകൊണ്ട് എന്ത് പറയണം? റബ്ബി അല്ലാഹ്, റബ്ബി അല്ലാഹ് എന്ന് പറയും. അതാ ഖബറിൽ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ റബ്ബിനെ ആരാധിക്കാൻ പറയുന്നത്. ഈ റബ്ബിനെ വിശ്വസിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വാദവും പറഞ്ഞു, ആ വാദത്തിന്റെ തെളിവും പറഞ്ഞു. ഇനി ഈ തെളിവ് സ്ഥിരീകരിക്കാനുള്ള രേഖകളും പറഞ്ഞു. റബ്ബിൽ ആലമീൻ, ഞാൻ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ളതിന് തെളിവേതാ? ആലമീൻ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾ എല്ലാത്തിനെയും നോക്കിക്കും. ഏതിനെ നോക്കിയാലും എന്റെ റുബൂബിയത്ത് കാണാം. സൂര്യൻ എത്ര കാലമായി ഉദിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും തെറ്റിയിട്ടുണ്ടോ? വഴിമാറിപ്പോയിട്ടുണ്ടോ? ട്രാക്ക് മാറി ഓടിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും
എന്തെങ്കിലും അപകടം എവിടെയെങ്കിലും കയറി ഇടിച്ചെന്നും പറഞ്ഞ് എപ്പോഴെങ്കിലും കുറയുകയോ കൂടുകയോ മാറുകയോ തിരികെയോ ഒന്നും ചെയ്തിട്ടുണ്ടോ? പോയിക്കൊണ്ടിരിക്കുകയാണ്. നിശ്ചയിക്കപ്പെട്ട സമയം വരെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അതിന്റെ സ്ഥലത്തേക്ക്. എപ്പോഴെങ്കിലും മറന്നുപോയി പകല് സൂര്യൻ വരാൻ ഇല്ലാതെയായി ഇരുട്ടായിരുന്നപ്പോ ചന്ദ്രൻ വന്നിട്ടുണ്ടോ? സൂര്യനെങ്ങാനും ഒളിച്ചുപോയോ? എനിക്ക് പറ്റില്ല. ഏതെങ്കിലും പാർട്സിന് വല്ല കേടും വന്നോ? എവിടെയെങ്കിലും കൊണ്ട് മാറ്റേണ്ടി വന്നോ? സർവീസിന് കൊണ്ടുപോകേണ്ടി വന്നോ? ഏത് കൂടിയ വണ്ടി എടുത്താലും 5000-10,000 കിലോമീറ്റർ ഓടുമ്പോ സർവീസ് ചെയ്യണം. കുറെ നാൾ ഓടിക്കഴിയുമ്പോൾ പാർട്സുകളൊക്കെ മാറ്റണം. പിന്നെ ഗ്രീസ് കയറണം, ഇല്ലെങ്കിൽ പടപടാന്ന് ഒച്ച വെക്കും. സൂര്യൻ ഈ കാലം മുഴുവൻ ഓടുന്നു. നമ്മളൊരു മോട്ടർ മേടിച്ച് വെച്ചാൽ 5 കൊല്ലം 4 കൊല്ലമൊക്കെ ഓടിക്കഴിയുമ്പോൾ പമ്പ് സെറ്റ് ഒച്ച വയ്ക്കാൻ തുടങ്ങും. കറങ്ങിയ സൂര്യൻ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക. അത്ര കാലമായി, ലക്ഷക്കണക്കിന് കൊല്ലങ്ങളായി. ഇതുവരെയും സൂര്യനിൽ നിന്ന് ശബ്ദം കേട്ടിട്ടുണ്ടോ? ഗ്രീസ് കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും ഓയിൽ ഒഴിച്ചിട്ടുണ്ടോ? വെള്ളമില്ലാതെ പുക വന്നിട്ടുണ്ടോ? الشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും മുഴുവൻ വസ്തുക്കളെയും അല്ലാഹ് പറയുന്നത് എല്ലാം ഒന്ന് നോക്ക്, എല്ലാം ഒന്ന് നോക്ക്. ഞാൻ ഇതെല്ലാം വെച്ചേക്കുകയാണ് മുഴുവനും. കാറ്റ്, മഴ, മേഘങ്ങൾ എങ്ങോട്ടെല്ലാം പോകുന്നത് കാണുന്നു. മഴ വറച്ചിട്ടുകൊണ്ടേ ഇരിക്കുന്നു. ആളുകൾക്ക് മഴയില്ലാതെയാകുമ്പോൾ വെള്ളം കുടിക്കാൻ കൊടുക്കാൻ ദുനിയാവിലുള്ള മുഴുവൻ ഭരണകൂടങ്ങളും കൂടി നോക്കിയാലും നടക്കില്ല. ഈ കടലിൽ മുഴുവൻ വെള്ളവും കിടപ്പുണ്ട്. എല്ലാവരും പറയുന്നു കടലിൽ നിന്ന് നീരാവിയായിട്ട് കയറി പോയിട്ട് മുകളിലെത്തി മേഘമായി കാറ്റടിക്കുമ്പോൾ തണുത്ത് മഴ പെയ്യാണെന്ന് പറയുന്നു. ഈ കടലിലെ വെള്ളമെല്ലാം കിടക്കുക. മഴയില്ലാതെ വരുമ്പോൾ വേനൽക്കാലത്ത് കുറച്ച് കടലിനടിയിൽ തീ കത്തിട്ടങ്ങ് ചൂടാക്കി നീരാവിയാക്കി മുകളിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു കൂളർ വെച്ച് കൊടുത്താൽ പോരെ? മഴ ഇങ്ങോട്ട് പെയ്യൂല. എന്താ പെയ്യാത്ത ഒരു തുള്ളി പോലും. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. ആ മേഘത്തിൽ നിന്നും അതിനെ ഇറക്കി തന്നുകൊണ്ട് ആ അവസരത്തിനനുസരിച്ച് ഇറക്കി തരുന്നവൻ ഞാനാണോ അതോ നിങ്ങളത് ചെയ്യുമോ? നിങ്ങൾ ഭൂമിയുടെ ഉള്ളിലുള്ള വെള്ളം, ഭൂഗർഭ ജലം താന്നുപോയി പൊങ്ങി വന്നു കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ടോ? ആ വെള്ളമെങ്ങാനും ഞാൻ അല്പവും കൂടെ താത്തി വലിച്ചു വെച്ചാൽ നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരും? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു തആല ചോദിക്കുന്നു. കുഴിച്ച് അങ്ങോട്ട് പോയി 50 അടിയായി 60 അടിയായി 70 അടിയായി വെള്ളം കിട്ടുന്നില്ല. വെള്ളം ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. താണം കണ്ട ആള് പറഞ്ഞതാ. വെള്ളം കാണുന്നില്ല. താഴോട്ട് പോയി. എവിടെ നിന്ന് കൊണ്ടുവരും നിങ്ങൾ വെള്ളം? ഭൂമിയുടെ അടിയിലേക്ക് കുഴിച്ചു പോകൂ. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. വേനൽക്കാലത്ത് പകല് കുറവായിരിക്കും നമ്മുടെ ഇവിടെ. അല്ല, പകല് കൂടുതലായിരിക്കും നമ്മുടെ ഇവിടെ. പകല് കൂടുതലായിരിക്കും. ചില സമയത്ത് പകല് കുറവായിരിക്കും. ചില സമയത്ത് 6 മണിക്ക് സൂര്യൻ അസ്തമിക്കും. ചില സമയത്ത് 7 മണിക്ക് 6:58 7 മണിയാകുമ്പോഴേ സൂര്യൻ അസ്തമിക്കുകയുള്ളൂ. സൂര്യൻ 6 മണിക്ക് അസ്തമിക്കുന്ന സമയത്ത് റമദാൻ മാസം വന്നു. എളുപ്പമാണ്. 6 മണിക്ക് 6:10 ഇപ്പോഴത്തെ വരെ 6:20 ആകുമ്പോൾ നോമ്പ് തുറക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ അങ്ങനെയുള്ള സമയത്ത് സുബഹി 5 മണിക്കായിരിക്കും. 7 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സുബഹി 4:30 മണിക്കായിരിക്കും. ഇപ്പൊ റമദാൻ വന്നു, നല്ല സുഖ. അടുത്ത പ്രാവശ്യം ഒരു വർഷം റമദാൻ വന്നു, 4:30 മണിക്ക് സുബഹിയാകുന്നു, 7 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യന്റെ അടുത്ത് അപേക്ഷ കൊടുത്തിട്ട് നേരത്തെ നീ ആ സമയം ഇങ്ങോട്ട് മാറ്റി നമുക്ക് അടുത്ത പ്രാവശ്യം റമദാൻ കഴിഞ്ഞിട്ട് നീട്ടി ഓടാം, ഇപ്പൊ ഇത്തിരി ചുരുക്കി ഓടാം, 6 മണിയാകുമ്പോ അസ്തമിച്ചേക്കെന്ന് പറഞ്ഞാൽ നടക്കുമോ? സൂര്യൻ സമ്മതിക്കോ? ഏതെങ്കിലും ദിവസം മാറ്റിത്തരുമോ? قل أرأيتم من جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله يأتيكم بليل تسكنون فيه قل أرأيتم من جعل الله عليكم الليل سرمدا إلى يوم القيامة من إله غير الله يأتيكم بضياء. അല്ലാഹു തആല ചോദിക്കുന്നു, അല്ലാഹ് സൂര്യനെ എങ്ങാനും നീട്ടി മുരിപ്പിച്ച രാത്രി ഉണ്ടാക്കി ഉറക്കാൻ നിങ്ങൾക്ക് ആരെ കൊണ്ട് പറ്റും? ഉറങ്ങാൻ ഒന്ന് ഇരുട്ടാക്കി തരാൻ ആരെ കൊണ്ട് പറ്റും? രാത്രി എങ്ങാനും നീണ്ടുപോയി അല്ലാഹ് സൂര്യൻ ഉദിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ ഇത്തിരി വെട്ടം തരാൻ ആരെ കൊണ്ട് പറ്റും? അല്ലാഹു തആല ചോദിക്കും. അപ്പൊ ഇതെല്ലാം ഞാൻ ഇങ്ങനെ സംവിധാനിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار.
തബാറകല്ലദീ ജഅല ഫിസ്-സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ വഹുവല്ലദീ ജഅലൽ ലൈല വൻ-നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യذكر ഔ അറാദ ശുകൂറാ അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദ-ദ്ദില്ല വലൗ ശാഅ ലജഅലഹു സാകിനൻ ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യന്റെ, ചന്ദ്രന്റെ, നക്ഷത്രങ്ങളുടെ, സൂര്യന്റെ പേരിലുണ്ടാകുന്ന നിഴലിന്റെ, തണലിന്റെ, മേഘത്തിന്റെ, ആകാശത്തിന്റെ, ഭൂമിയുടെ, വെള്ളത്തിന്റെ, കാറ്റിന്റെ എല്ലാത്തിന്റെയും കഥ പറയുക. എല്ലാത്തിന്റെയും കഥ പറഞ്ഞു തരിക. അതിൽ നിന്നും ഉണ്ടാകുന്നതിന്റെ വഹുവല്ലദീ അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ വഗൈറ മഅറൂശാത്ത്. അല്ലാഹു തആല ഭൂമിയിൽ ഉണ്ടാക്കുന്ന സസ്യങ്ങളുടെ, ചെടികളുടെ, മരങ്ങളുടെ, അതിന്റെ കായ്കനികളുടെ എല്ലാം അല്ലാഹു വിവരിക്കുന്നുണ്ട്, എല്ലാം വിവരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, ഈ ദുനിയാവിൽ നിങ്ങൾ ഈ കാണുന്നത് മുഴുവനും കൂടെ ഞാൻ പറഞ്ഞു തരാം. ആകെ അതിന്റെ രഹസ്യം, നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ മുളച്ച് വന്നിങ്ങനെ നല്ല തണ്ട് തഴച്ച് വളർന്നിങ്ങനെ വന്നു, കുറച്ച് ദിവസം കണ്ട വലിയ ആനന്ദം, നല്ല പച്ച പിടിച്ചിങ്ങനെ നിൽക്കുന്നു. പിന്നെ അത് കതിരാകുന്നു, കതിരായി നല്ലപോലെ വളർന്നു നിൽക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ തളർന്ന് ഉണങ്ങി കതിരും താഴെ വീണു, ഇലയെല്ലാം പൊടിഞ്ഞ് കാറ്റത്ത് പറന്നു പോകും. ഇത്രയേ ഉള്ളൂ. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദ് മിമ്മാ യഅകുലു الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس. ഇത്രയേ ഉള്ളൂ ഈ ദുനിയാവ്. ഈ ദുനിയാവിന്റെ വേണ്ടിയാണ് ഇതെല്ലാം പടച്ച അള്ളാനെ നമ്മൾ മനസ്സിലാക്കാതെ മറന്നു കളയും. അള്ളാനെ മാറ്റി വെച്ചിട്ട് ഈ വസ്തുക്കളുടെ പുറകെ പോകുന്നത് ഈ ദുനിയാവിന് വേണ്ടിയാണ്. അപ്പൊ കുറച്ച് അധികാരം ഉണ്ടാകും, കുറച്ച് അന്തസ്സുണ്ടാകും, കുറെ ആളുകൾക്ക് കാശുണ്ടാകും, കുറെ കളിയും തമാശയും, കുറെ പാട്ടും കൂത്തും എല്ലാം നടത്താം. അള്ളാനെ മാറ്റിവെച്ച ഇതെല്ലാം ഉണ്ടാകും. കാശുണ്ടാകും, ആനന്ദം ഉണ്ടാകും. ആനന്ദോത്സവത്തിന് പോയാൽ ആനന്ദം കിട്ടും തൽക്കാലത്തേക്ക്. ഖബർ പൂജയ്ക്ക് പോയാൽ കാശ് കിട്ടും, വയറ് നിറയും. കോഴിനെയും ആടിനെയും ഒക്കെ തിന്ന് വയറ് നിറയ്ക്കാം. പിന്നെയോ കുറെ പാട്ട്, ഗാനമേള, ഡാൻസ്, ഇതൊക്കെയല്ലേ ഇപ്പം ഔലിയാക്കളുടെ ഉത്സവത്തിന് നടത്തുന്നത്. ഔലിയാക്കളുടെ ഉത്സവമല്ല, ഔലിയാക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ഉത്സവം അല്ലെ. ചന്ദനക്കുടം എന്ന് പറഞ്ഞ ആനപ്പുറത്ത് കയറി പാട്ടും കൂത്തും ഗാനമേളയും ഒക്കെ ആയിട്ട് ഇതൊക്കെ കിട്ടും. അല്ലാഹു തആല പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ ചെയ്തോ, ഇവിടെ വെച്ച് ഇതൊക്കെ ചെയ്യും. ഏലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹവും വസീനത്തും വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ ആജബൽ കുഫാറ നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വരും ആഖിറത്തിലേക്ക്, അവിടെ കടുത്ത ശിക്ഷയാണ് വെച്ചിരിക്കുന്നത്, ഭയങ്കരമായ ശിക്ഷ. ഇതെല്ലാം കണ്ടിട്ട് ഇതിനെയൊക്കെ എതിർത്തും അതിൽ കൂടാതെയും അതിൽ നിന്ന് മാറി നിന്നും രക്ഷപ്പെട്ട അള്ളാഹുവിനെ മാത്രം വിചാരിച്ച് വഴിപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പാപമോചനവും അള്ളാഹുവിന്റെ പൊരുത്തവും, ഇത് രണ്ടും അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, കൊടുക്കും, അങ്ങോട്ട് വന്നേരെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈമാൻ, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടത് എങ്ങനെ വിശ്വസിക്കണം? അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത്, അള്ളാഹ് റബ്ബാണെന്നുള്ളത് മനസ്സിലാക്കി അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ എപ്രകാരം അള്ളാഹു തആല ആർക്കും ഒരു പങ്കുമില്ലാത്ത ഏകനാണോ, ഒരു സഹായിയുമില്ലാത്തവനാണോ, അള്ളാഹുവിന് അഭിപ്രായം ചോദിക്കാൻ പോലും ആരുടെയും ആവശ്യമില്ല, അഭിപ്രായം ചോദിക്കാൻ പോലും ആരുടെയും ആവശ്യമില്ല. അള്ളാഹു സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യും. ആരും അള്ളാഹുവിന്റെ അഭിപ്രായം പോലും പറഞ്ഞു കൊടുക്കണ്ട, അതിന്റെ പോലും സഹായമില്ല. കാര്യങ്ങൾ നടത്താൻ ഒരു സഹായികളും വേണ്ട. ഏകനായി സർവ്വ കാര്യങ്ങളും നടത്തുന്നവൻ അല്ലാഹു സമദ്. സമദ് എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു ആശ്രയവും ഇല്ലാത്തവൻ. മുഴുവൻ വസ്തുക്കളും അവരിലേക്ക് ആശ്രയിക്കും. എല്ലാ വസ്തുക്കളും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നതാണ്. അള്ളാഹു ഒന്നിലേക്കും ആശ്രയിക്കുകയില്ല. ഇതാണ് സമദ്. അല്ലാഹു സമദ്. ഇങ്ങനത്തെ ഏകനായ, സമദായ, ഖാലിഖായ, റാസിഖായ, മാലിക്കായ അല്ലാഹു തആല, ഉടമസ്ഥനും അള്ളാഹുവാണ്. എല്ലാത്തിന്റെയും ഉടമസ്ഥനും അല്ലാഹു തആല, എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ മുഴുവൻ വസ്തുക്കളും ആളുകളുടെ കയ്യിൽ കൊടുത്തേക്കുന്നു. അവസാനമാകുമ്പോൾ മുഴുവൻ അള്ളാഹുവിന്റെ കയ്യിലാക്കും. ഇതെല്ലാം ആർക്കും അധികാരമില്ലാതെ എല്ലാം നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കും. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. അല്ലാഹു തആല പറയുന്നു, എല്ലാം നശിച്ച് ഒരനക്കം പോലും ഉണ്ടാവില്ല.
ആകാശവും ഭൂമിയും ഒന്നുമില്ല, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇല്ല, മനുഷ്യനും മൃഗങ്ങളും മരങ്ങളും ചെടികളും സസ്യങ്ങളും ഇല്ല, ഒന്നുമില്ല. യാതൊന്നുമില്ലാതെ മുഴുവനും എല്ലാം അല്ലാഹു തആല നിരത്തിക്കളയും. എന്നിട്ട് അവിടെ മനുഷ്യനും കാണുകയില്ല. ആരുമില്ലാതിരിക്കുമ്പോ അല്ലാഹു തആല ഏകനായിട്ട് ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരം, ആർക്കാണ് ഇന്ന് ഉടമസ്ഥത? ഉടമസ്ഥത പറഞ്ഞവരും അധികാരം പറഞ്ഞവരും മുതലാളിമാരും തൊഴിലാളിമാരും സമരക്കാരും സ്ട്രൈക്കുകാരും എല്ലാം ഉണ്ടായിരുന്നല്ലോ. എവിടെ? ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്ന് അധികാരം എന്ന് ചോദിച്ചു. മറുപടി ആരാ പറയാം? പറയാൻ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ അനങ്ങാൻ? ഒന്നുമില്ല, അനക്കമില്ല ഒരു ഭാഗത്തുനിന്നും. അല്ലാഹു തന്നെ പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ അല്ലാഹു ഒരുവന് മാത്രമാണ് ഇന്ന് അധികാരം എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് അല്ലാഹു തആല മനുഷ്യരെയൊക്കെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാതു വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ് ശറാബീലുഹും മിൻ ഖദ്റാനിൻ വതഖ്ശാ വുജൂഹഹുമുൻ നാർ. അല്ലാഹു തആല പിന്നെ മനുഷ്യനെ മഹ്ശറിൽ കൊണ്ടുവരുള്ളൂ. മറുപടി പറയാൻ ആരുമില്ല. ആ അല്ലാഹുവിനെ വിശ്വസിക്കണം. അല്ലാഹുവിനെ ഇങ്ങനെ വിശ്വസിക്കണം. വേറെ ഒന്നും ചെയ്യാൻ ഒരു കഴിവുമില്ല. ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല, മനുഷ്യരിലുമില്ല, മറ്റ് ജീവികളിലുമില്ല. മനുഷ്യർക്ക് ചെയ്യാനും പറ്റൂല, മറ്റ് വസ്തുക്കൾക്ക് ചെയ്യാനും കഴിവുള്ളവരാരുമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും നിയന്ത്രിക്കാൻ ആർക്കും കഴിവില്ല. അല്ലാഹു തആല ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മഴ അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും സൗകര്യം പോലെ കൽപ്പന അനുസരിച്ച് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് അളവനുസരിച്ച് കൊടുത്തോളണമെന്ന്. കാറ്റ് മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തീ മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മേഘം മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് മലക്കുകളുടെ നിയന്ത്രണത്തിലല്ല, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. എവിടെ എത്ര മഴ പെയ്യണം, കൂടുതൽ പെയ്യിപ്പിക്കണമോ അള്ളാഹ് തീരുമാനിച്ച മലക്കുകളിൽ നിന്ന് നിയന്ത്രണം അല്ലാഹു തആല ഏറ്റെടുക്കും, അള്ളാഹു പെയ്യിപ്പിക്കും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മഴ പെയ്യിപ്പിച്ചു. വെള്ളപ്പൊക്കം ഭൂമി മുഴുവനും ഉണ്ടാക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. മലക്കിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം അള്ളാഹു ഏറ്റെടുത്തു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ആകാശത്തോട് പെയ്യിപ്പിച്ചോളാം. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു. എത്ര നേരം പെയ്തു? അല്ലാഹു തആല തീരുമാനിച്ച സമയത്തോളം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു. ഭൂമിയിൽ നിന്ന് വെള്ളം പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അടിയിൽ നിന്നും വെള്ളം, മുകളിൽ നിന്നും വെള്ളം, രണ്ട് സ്ഥലത്തും നിറഞ്ഞു. ഭൂമി മുഴുവനും വെള്ളമായി, എല്ലാ സ്ഥലവും വെള്ളമായി നിറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തോട് അല്ലാഹുവിന്റെ നേരിട്ടുള്ള നിയന്ത്രണം കൽപ്പന ഉണ്ടായി, മതി നിർത്തിയത്. ഭൂമിയോട് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായി, പുറത്തേക്ക് വിട്ട വെള്ളമെല്ലാം വലിച്ചോളാം. കക്കീന് മുഴുവനും വലിച്ചു. وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجود. അല്ലാഹു തആല സ്വന്തം നിയന്ത്രണം ഏറ്റെടുത്തു. ആദ്യ സമൂഹക്കാരുടെ കാലത്ത് അല്ലാഹു തആല കാറ്റടിച്ച് പറപ്പിക്കണമായിരുന്നു, അവരെ നശിപ്പിക്കണമായിരുന്നു. മലക്കുകളിൽ നിന്നും അല്ലാഹു തആല നിയന്ത്രണം ഏറ്റെടുത്തു. മലക്കുകൾക്ക് കൊടുത്തിരുന്ന അളവിനേക്കാൾ കാറ്റ് അല്പം ശക്തിയോടെ അടിച്ചു വീശി 7-8 ദിവസം, 7 രാത്രിയും 8 പകലും നിൽക്കാതെ കാറ്റ്. سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها سرعى كأنهم أعجاز نخل خاوية بريح صرصر عاتية. അല്ലാഹ് പറയുന്നു, കാറ്റ് സർസറോന്ന് അടിച്ചുകൊണ്ടിരുന്നു. 7 രാത്രിയും 8 പകലും തുടർച്ചയായി. അത് കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ പിന്നെ മലക്കുകളെ, ഈ മുഴുവൻ വസ്തുക്കളുടെയും നിയന്ത്രണം അല്ലാഹു തആല നേരിൽ ഏറ്റെടുക്കും, ആവശ്യമാണെന്ന് തോന്നുന്നു. ഭൂമിയെ സൂക്ഷിക്കാൻ അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ നശിപ്പിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചപ്പോ അല്ലാഹ് നേരിട്ടതിന് ഏറ്റെടുത്തിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, പോയി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട് സദൂമ മുഴുവനും കൂടി പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. ആ പ്രദേശം മുഴുവൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിന്റെ ഒരു അരുക് കൊണ്ട് തോണ്ടി ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോയി. ഒരു പ്രദേശം മുഴുവൻ, മനുഷ്യരും മൃഗങ്ങളും ജന്തുക്കളും എല്ലാ വസ്തുക്കളും എവിടെ വരെ? 1-ാം ആകാശം വരെ പൊക്കിക്കൊണ്ടുപോയി. ഇവിടെ നിന്ന് കോഴിയുടെയും ജന്തുക്കളുടെയും കൂകലും മൃഗങ്ങളുടെ കരച്ചിലും മനുഷ്യന്റെ വെളിയും എല്ലാം മലക്കുകൾക്ക് കേൾക്കാൻ പാകത്തിന് അത്രയും പൊക്കിക്കൊണ്ടുപോയി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നേരെ തിരിച്ചിട്ടേക്കാൻ പറഞ്ഞു. ദോഷം മറിച്ചിരുന്നതുമായി മറിച്ചിട്ടേക്കും. അടി മുകളിലായി, മുകൾ അടിയിലായി.
فأمطرنا عليهم حجارة من سجيل مسومة عند ربك للمسرفين. ഇന്നും ആ സ്ഥലത്തിന്റെ മുകളിൽ കൂടി ഒരു പക്ഷിക്ക് പോലും പറന്നു പോകാനില്ല. ആ അവസ്ഥയിലാണ്. ആർക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ നോക്കില്ല. കാരണം അല്ലാഹു തആല അത് അടയാളമായിട്ട് ഗുണപാഠമായിട്ട് വെച്ചിരിക്കുകയാണ്. ആ നിലയിൽ അല്ലാഹു തആല ഇങ്ങനെ വസ്തുക്കളുടെ നിയന്ത്രണം അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചെങ്കിലും അല്ലാഹു തആല നേരിൽ ഏറ്റെടുക്കും ആവശ്യമാകുന്ന സമയം. അല്ലാഹു അത് ചെയ്യാൻ പറ്റുകയാണെന്നല്ല മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആവശ്യമായ സമയത്ത് നേരിൽ ചെയ്തോളാം. അല്ലാഹു തആല ആ നിലയിൽ കഴിവുള്ളവനാണ്. ഇങ്ങനത്തെ സർവ്വതിന്റെയും നിയന്ത്രണം ഈ അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിനെ കാര്യങ്ങൾ നടത്തിക്കാൻ വേണ്ടി വേറെ ആരെയെങ്കിലും കൂട്ടുപിടിച്ച് അവര് നടത്തുമെന്നും പറഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ നടക്കുമോ? ഈ അള്ളാഹുവിനെ അള്ളാഹ് പറയുന്നു, ഒരു പ്രാവശ്യം നീ എന്നെ വിളിക്ക്, ഞാൻ നിനക്ക് ഉത്തരം ചെയ്യാം. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ആ ഒരു പ്രാവശ്യം അള്ളാഹനെ വിളിച്ച് ചോദിക്കാൻ തയ്യാറില്ല. പക്ഷെ 1000 പ്രാവശ്യം വിളക്കും കെടുത്തി വെച്ചിട്ട് മുഹീദ്ദീൻ 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 വിളിക്കാൻ നമ്മൾ തയ്യാറാണ് അല്ലേ? വിളക്ക് വന്നിട്ട് ഇരുട്ടാക്കിയിട്ട് ഇരുട്ടത്തെ വിളിക്കും, യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വരുമെന്നും പറഞ്ഞ് വരുമോ? 10,000 പ്രാവശ്യം വിളിച്ചാലും വരില്ല. ومن ينادي اسمي ألفا بخلوته عزما بهمته صرما لغفوته أجبته مسرعا من أجل دعوته فليدع يا عبد القادر محي الدين بعد الصلاة 12 مثلك مع الفواتح والإخلاص بالخضع. എങ്ങനെയാ വിളിക്കണ്ടേ? 12 റക്അത്ത് നമസ്കരിച്ചിട്ട് വിളിക്കാനാ പറഞ്ഞേക്കുന്നത്. 12 റക്അത്ത് ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഓതി നമസ്കരിച്ചിട്ട് വിളിക്കാൻ താഴ്മയോടെ വിനയത്തോടെ നമസ്കരിക്കണം. 12 റക്അത്ത് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്തോ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഹദ് പടച്ചവനെ, നീ ഏകനാണ്, നീ സമദാണ്, ഒരു കാര്യത്തിനും ആരുടെയും ആവശ്യം നിനക്കില്ല, മുഴുവൻ വസ്തുക്കളും സൃഷ്ടികളും നിന്നിലേക്ക് ആവശ്യക്കാരനാണ്, അങ്ങനത്തെ അല്ലാഹുവാണ് നീ, നീ ഏകനാണ് എന്ന് പറഞ്ഞ് 12 റക്അത്ത് നമസ്കരിക്കണം. നമസ്കാരം കഴിഞ്ഞിട്ട് ആരെ വിളിക്കണം? ആരെ വിളിക്കണം? അല്ലാഹനെ വിളിക്കണം. അങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്. 2 റക്അത്ത് നമസ്കരിച്ചിട്ട് നീ എന്നെ വിളിക്ക്, നീ വിളിക്കുന്നതിന് ഞാൻ ഉത്തരം ചെയ്യാം അല്ലാഹു തആല പറയുന്നു. അതിന് നേരമില്ല. 12 റക്അത്ത് നമസ്കരിക്കണം. നമസ്കരിക്കുന്നത് എങ്ങനെ? സൂറത്തുൽ ഫാത്തിഹ ഓതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്താനുള്ള എല്ലാ വഴികളുടെയും മുഴുവൻ നിയന്ത്രണവും നിന്റെ കയ്യിലാണ് പഠിച്ചവന്. അങ്ങനത്തെ അല്ലാഹുവേ, നിനക്ക് മാത്രമാണ് സ്തുതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആവർത്തിച്ച് പറയുന്നു. അതുപോലെ എന്നിട്ട് ഓർമ്മ സൂറത്തേതാ? സത്യത്തേതാ? അഭിരാമൊന്നുമല്ല. ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് 12 പ്രാവശ്യം അവന്റെ നെഞ്ചത്ത് ഇടിച്ചു പറയുന്നു അല്ലാഹ് അഹദാണ്, സമദാണെന്ന്. നിസ്കാരം ഉണ്ടാക്കി സലാം വീട്ടിയിട്ട് ഇത്രയും വലിയ അക്രമം വന്നതുകൊണ്ട്, ഇത്രയും വലിയ അബദ്ധം, ഇത്രയും വലിയ എന്തെന്നാണ് പറയുന്നത്? അല്ലാഹു അക്ബർ, ഇന്ന ശിർക ലദുൽമുൻ അദീം. അത് എത്ര പ്രാവശ്യം വിളിക്കണം? അല്ലാഹ് പറഞ്ഞു, അല്ലാഹനെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ കേട്ടോളാം. എത്ര പ്രാവശ്യം വിളിക്കാനാ പറഞ്ഞേക്കുന്നത്? അൽഫൻ ബിഖൽവതിഹി. നിസ്കരിച്ചെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കെടുത്തി ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുട്ടത്തിരുന്നേച്ച് 1000 പ്രാവശ്യം വിളിക്കും. ഇരുട്ടത്താണെങ്കിൽ കരുതുമ്പോൾ പേടിയാവൂലേ? എനിക്ക് ഓടേണ്ടി വരുമല്ലേ? 1000 പ്രാവശ്യം വിളിക്കണം. എന്നിട്ട് ഈ 1000 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചാൽ ഞാൻ വന്നോളാം. അജബതുഹു മുസ്രിഅ മിൻ അജ്ലി ദഅവതിഹി. വിളിച്ചത് കാരണം ഞാൻ വേഗം വന്ന് ഉത്തരം ചെയ്തോളാം. 1000 പ്രാവശ്യം വിളിച്ചിട്ട് വരുന്നയാൾ വേഗം വരുവാണ് ചെയ്യണേ. അത് തന്നെ പച്ച കള്ളമല്ലേ? വിളിക്കാതെ വന്നു, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആംഗ്യം കാണിച്ചു, അല്ലെങ്കിൽ 1 2 പ്രാവശ്യം വിളിച്ചിട്ട് വന്ന വേഗം വന്നവരെ 1000 പ്രാവശ്യം വിളിച്ചാൽ ഞാൻ വേഗം വരാം. ഇനി എന്താ വേഗം? അല്ല. എന്നിട്ട് ഈ കാര്യം മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ പറഞ്ഞു തന്നു, ഇങ്ങനെ വിളിക്കാനെന്ന് പറഞ്ഞാണ് മനുഷ്യനെ പറ്റിക്കുന്നത്. അല്ലാഹു അക്ബർ. ഇവന്മാരുടെയൊക്കെ കുത്തിന് പിടിച്ചു നിർത്തും മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ നാളെ മഹ്ശറിൽ വെച്ച്. പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കും, ഞാൻ ആളെ പറഞ്ഞത്, സമാധാനം പറ. അല്ലാഹുവിനോട് പറയും, ഇമാനെ പിടിച്ചുകെട്ട്
ഇവന്മാർ എന്നെ കുറിച്ച് കള്ളം പറഞ്ഞവരാണെന്ന്. എന്താ പറഞ്ഞേ? നമസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ പേരാണെങ്കിലും വിളിച്ചാൽ അള്ളാഹുവിന്റെ പേര്. ഹല്ലാജ് റഹ്മത്തുള്ളാഹി പറഞ്ഞു അനല്ലാ. എപ്പോഴാ പറഞ്ഞേ? അള്ളാഹ് പറയുന്നു അനല്ലാ. നേരത്തെ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. സിനിമ കണ്ടോ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. നല്ല പാട്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോ സിനിമയുടെ നല്ല ഇഷ്ടമുള്ള ഏതെങ്കിലും താരമാണ് പാടുന്നതെങ്കിൽ അറിയാതെ ആ കൂട്ടത്തിൽ ഇരുന്ന് മൂളി മൂളി പാടിപ്പോകില്ലേ പാട്ട് കേൾക്കുമ്പോ? റേഡിയോയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പാട്ട് കേൾക്കുമ്പോ നല്ല ഇഷ്ടമുള്ള താരത്തിന്റെ പാട്ടാണെങ്കിൽ അറിയാതെ വായിൽ വരും. ആ പാട്ട് അങ്ങനെ തന്നെ ഇരുന്ന് ആടി രസത്തിന് പാടിപ്പോകും. ഹല്ലാജ് റഹ്മത്തുള്ളാഹി അല്ലാഹുവിന്റെ ഈ വാക്ക് അന്നനി അനല്ലാ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി അല്ലാഹുവിന്റെ ചിന്തയിൽ ലയിച്ചിരുന്നു. അല്ലാഹു പറയുന്നു അനല്ലാ. അദ്ദേഹം കേട്ട ഇസ്കിൽ പറഞ്ഞുപോയി അനല്ലാ അനല്ലാ എന്ന് പറഞ്ഞുപോയി. അനൽ ഹഖ് അനല്ലാ അനൽ ഹഖ് പറഞ്ഞുപോയി. അത് രസത്തിൽ ഏറ്റു പറഞ്ഞതാണ്. അല്ലാഹ് പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ ഏറ്റു പറഞ്ഞു. ഒരാൾ നമസ്കാരത്തിൽ ഇന്നനി അനല്ലാ മോദി കാബറായി പോകോ? അർത്ഥം എന്താ? നിശ്ചയം ഞാനാ അല്ലാഹ് പറഞ്ഞ കാബറാവോ? ഇല്ല. ഹല്ലാജ് റഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞുപോയി. ഇത് കേട്ടിട്ട് കാര്യം മനസ്സിലാകാതിരുന്ന അന്നത്തെ ഭരണകൂടം അദ്ദേഹത്തിന്റെ എതിരിൽ തിരിഞ്ഞ് കൊന്നുകളഞ്ഞു. അതുകൊണ്ടാണ് മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ഇത് അറിയാവുന്ന ആളാ പറഞ്ഞു ഹല്ലാജെ കൊല്ലും നാളന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവർ കൈ പീഡിപ്പൻ ഞാൻ എന്നോവർ. മലയത് അതാ മൊഹീദ്ദീൻ പറഞ്ഞത്. മൻസൂർ രാജാവിനത് മനസ്സിലായില്ല. ഭരണകൂടത്തിനും ഭരണകൂടത്തിന്റെ സിംഗിടി പാടിക്കൊണ്ട് നടക്കുന്ന വിരോധമുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളോട് വിരോധമുള്ള വിവരം കെട്ട വേഷധാരികളായ പണ്ഡിതന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അള്ളാഹയാണെന്ന് വാദിച്ച് കാഫിറാണെന്ന് പറഞ്ഞ ഒരു ഫത്വ ഇറക്കി രാജാവ് കൊല്ലാനും പറഞ്ഞു കൊന്നുകളഞ്ഞു. ഞാനൊന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഹല്ലാജിന്റെ കൈ ഞാൻ പിടിച്ച് രക്ഷപ്പെടുത്തുമായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. അത് മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അനുഭവിച്ചിട്ടുള്ള ആളാണ്. അറിയാം ആ രസം എന്താണെന്ന് മനസ്സിലാവും. അതുപോലെ പറഞ്ഞതാണ്. എന്നാ ഞാൻ ചോദിച്ചതിന് പറയാൻ വേണ്ടി ഈ അനുഭവം ആരുടെയെങ്കിലും പേര് പറയുന്നത് കേട്ടാ നമ്മുടെ നാവിൽ കൂടി വെള്ളം ഊറും. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ, നമുക്ക് പ്രിയമുള്ളതാണെങ്കിൽ. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹുവിനോട് വെറും മഹബ്ബത്ത്, സ്നേഹമല്ല, ഇഷ്ടായിരുന്നു. ഇഷ്ട് പ്രേമമായിരുന്നു. എന്ത് പ്രേമമെന്നറിയാവോ? അള്ളാഹു ആരോടാ ചോദിക്കുന്നത്? അല്ല കോളേജിലൊക്കെ പോയ പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോടോ മെഡിക്കൽ വിദ്യാർത്ഥികളോടൊക്കെ ചോദിച്ചാൽ പ്രേമത്തിന്റെ അങ്ങേയറ്റം എന്താണെന്ന് അറിയാം. മഹാന്മാർ പറയുമായിരുന്നു, പടച്ചവനെ ഞാൻ വെള്ളം കുടിക്കാതിരുന്നാൽ എന്റെ വെള്ളത്തിന്റെ കോപ്പയിൽ നിന്നെയാണ് ഞാൻ കാണുന്നത്. നിന്നെയാ കാണുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ നിന്റെ ചിന്തയാണ് വരുന്നത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്റെ നാവിൽ നിന്ന് നിന്റെ പേരാ വരുന്നത്. സൂര്യൻ ചന്ദ്രൻ ശംസ് ഖമർ പറയാൻ വരുന്നില്ല. അല്ലാഹ് അല്ലാഹ് വല്ലാഹി മാ തലഅത് ശംസുൻ വലാ ഗറബത് ഇല്ലാ വദിക്റുക മഖറൂനുൻ ബിഅംഫാസി വലാ അമംതു ബിശുർബിൽ മാഇ മിൻ അതശി ഇല്ലാ റഅയ്തു ഖിയാലൻ മിൻക ഫീ കഅസി. ഇമാം ഷാദിലി റഹ്മത്തുള്ളാഹി തആല, അബുൽ ഹസൻ ഷാദിലി റഹ്മത്തുള്ളാഹി. ഷാദിലി റാത്തീബ് കേട്ടിട്ടുണ്ടോ? മാമ കേട്ടിട്ടുണ്ടോ? ഇല്ല. അബുൽ ഹസൻ ഷാദിലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ദിക്റിൽ അദ്ദേഹം പറയും എന്താ? ഈ പാടുപെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അല്ലാഹുവേ നിന്റെ ചിന്തയിൽ മാത്രമായി ലയിച്ച് ജീവിച്ചിട്ട് എനിക്ക് നാളെ ആഖിറത്തില് സ്വർഗത്തിന്റെ മാളികയും ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങളെയും തരാമെന്ന് പറഞ്ഞാണോ നീ എന്നോട് വാദ ചെയ്ത് എന്നെ മുഷിപ്പിക്കുന്നത്? പഠിച്ചവനെ, എനിക്ക് സ്വർഗത്തിന്റെ മാളികയും വേണ്ട, ഹൂറുല്ലീങ്ങളുടെ മുഖവും എനിക്ക് കാണണ്ട, സൗന്ദര്യവും. എനിക്ക് നിന്നെ വേണം. എന്റെ മഹബൂബായ മാസൂക്കായ നിന്നെ വേണം. എന്റെ പ്രേമഭാജനം നീയാണ്. നിന്നെ എനിക്ക് കിട്ടണം. അതാ എനിക്ക് വേണ്ടത്. ഈ സ്വർഗത്തിന്റെ മാളികയ്ക്ക് വേണ്ടിയോ ഹൂറുല്ലീങ്ങളുടെ പുറം നടക്കാൻ വേണ്ടിയോ അല്ല ഞാൻ നിന്നെ ഇബാദത്ത് ചെയ്തത്. എനിക്ക് നിന്നെ വേണം. അവരങ്ങനെയാണ്. ജന്നാത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാനു അലൽ ഖിയാമ സിവാ നസ്രിൽ ഇലാഹി ഫദാ മുനാഹും വദാലിക മഖ്സദുൽ ഖൗമിൽ കിറാം. അതാ മാന്യന്മാർക്ക് അതാണ് വേണ്ടത്. അല്ലാഹ് നിന്റെ ലിഖാ നീ നേരെ നോക്കണം, നോക്കിയിട്ട് വിളിക്കണം. യാ അബുൽ ഹസൻ, പറ നിന്റെ ആവശ്യം എന്താണെന്ന് പറ. അബുൽ ഹസൻ നിന്റെ ആവശ്യം എന്താണെന്ന് പറ. ഓരോരുത്തരെയും അല്ലാഹു തആല നാളെ നേരിട്ട് പേര് വിളിച്ച് ചോദിക്കും. പേര് വിളിച്ച് ഇന്നഹു സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പരിഭാഷകനോ വിവാസിയോ ഒന്നും ഉണ്ടാവുകയില്ല. നേരിട്ട് അല്ലാഹു തആല ഓരോരോ അടിമകളോടും സംസാരിക്കും, ചോദിക്കും.
വിളിക്കും. അല്ലാഹു തആല ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് ചോദിക്കും, എന്താ വേണ്ടത് പറ. ഓരോ ആളുകളും എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു തആല ഓരോരുത്തരെയും പേര് വിളിച്ച് നേരിട്ട് ചോദിക്കുന്നു, എന്താ നിന്റെ അവസ്ഥ എന്ന് സ്വർഗത്തിൽ. അല്ലാഹു കുശലം അന്വേഷിക്കുന്നു. ആ സമയത്ത് എന്താ പറയുക? അബുൽ ഹസൻ ഷാദിലി റഹ്മഹുല്ലാ പറയും, മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മഹുല്ലാ പറയും, അതുപോലത്തെ മഹാന്മാരായ ആളുകൾ അവർ ഇവിടെയേ പറഞ്ഞു, വർത്തമാന സ്വർഗത്തിൽ വന്നാൽ നിന്നെ കാണാതെ എന്ത് രസവാ സ്വർഗത്തിനെന്ന്. ദുന്യാവിൽ ജീവിക്കുന്നു, നിന്റെ ദിക്റും ഇബാദത്തും അല്ലാതെ ഇവിടെ എന്ത് രസവാ. ഇലാഹി ലാ യതീബുൽ ലൈലു ഇല്ലാ ബിമുനാജാതിക് വലാ യതീബുൻ നഹാറു ഇല്ലാ ബിഇബാദതിക് വലാ യതീബുദ് ദുനിയ ഇല്ലാ ബിദിക്രിക് വലാ യതീബുൽ ആഖിറതു ഇല്ലാ ബിമുനാജാതിക് വലാ യതീബുൽ ആഖിറതു ഇല്ലാ ബിഅഫ്വിക് വലാ യതീബുൽ ജന്നതു ഇല്ലാ ബിലിഖാഇക്. സ്വർഗത്തിൽ നിന്നെ കാണാതെ പിന്നെ എന്ത് കാണാനാ പഠിച്ചവനെ ഞങ്ങൾ വരുന്നത്? സൂഫിയാക്കൽപ്പെട്ട വലിയ മഹാൻ ഇബ്നുൽ ഫാരിദ് റഹിമഹുല്ലാ മരിക്കാൻ നേരത്ത് പറഞ്ഞു, മരിക്കാൻ നേരത്ത് സ്വർഗത്തിന്റെ പടം പൂർവ്വങ്ങൾ പച്ച പട്ട എല്ലാമായിട്ട് മലക്കുകൾ വന്നപ്പോ അവിടെ നോക്കിയിട്ട് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇതാണോ എനിക്ക് കിട്ടുന്നത്? ഈ പൂർവ്വങ്ങളുടെയും ഈ പട്ടും ഇതൊക്കെ ഈ കാണുന്ന സ്വർഗം, ഇതാണെങ്കിൽ എന്റെ ജീവിതം പാഴായി പോയല്ലോ. ലൗകാന മൻസിലതി ഫിൽ ഹുബ്ബി ഇൻദകും മാ ഖദ് റഅയ്തു ഫഖദ് വയ്യഅതു അയ്യാമി. പഠിച്ചവനെ, ഞാൻ നിന്നെ പ്രേമിച്ച് 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 ഇത്രയും കാലവും കഴിഞ്ഞു, ഇപ്പൊ നീ മരിക്കാൻ നേരത്തെ 2 പട്ടുതുണിയും ഒരു പെണ്ണിനെയും തന്നെ എന്നെ പറഞ്ഞുവിടാൻ പോകുകയാണോ പഠിച്ചവൻ? ഇതാണോ? ഇതിനു വേണ്ടിയാണോ? എന്നാ എന്റെ ജീവിതമേ പാഴായി പോയല്ലോ, എനിക്ക് വേണ്ട. സിവാ നവലിൽ ഇലാഹി ഫലാ ഫലാഹും വദാലിക മഖ്സദുൽ ഖൗമിൽ ഫഹമാ. ഇതാ മഹാന്മാരെ, ഇവരെ അള്ളാനെ വിളിക്കാനാ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനത്തെ മഹാന്മാർ ഇത് പറഞ്ഞു വെച്ചേക്കുന്നു എന്ന് പറഞ്ഞ അവരുടെ പേരിൽ അപവാദം പറഞ്ഞുണ്ടാക്കുക, എന്നിട്ട് അതും പറഞ്ഞ് നടക്കുക കാറ്റുണ്ടാക്കാൻ വേണ്ടി മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പിടിക്കും, കുത്തിനെ പിടിച്ചു നിർത്തിയിട്ട് വിടൂല, മറുപടി പറയാതെ വിടൂല. അള്ളാഹുവിന്റെ മുമ്പിൽ കേസ് പറയും. അപ്പോഴേ ഉള്ളൂ ഇവരുടെ വയറൊക്കെ ചുങ്ങുള്ളൂ. അപ്പം വയറൊക്കെ ചുങ്ങും, വയറുളകും, തിന്ന കോഴി മുഴുവനും വെളി വരും. എല്ലാ കോഴിയും വരും, എല്ലാ ആടും വരും. അവിടെ വെച്ച് അറിയും അള്ളാഹുവിന്റെ പിടി. അള്ളാഹു തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മഹാന്മാരും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അവർ പറഞ്ഞത് അള്ളാഹുവിനോട് ചോദിക്കുമെന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമം പറയാനാ പറഞ്ഞത് 1000 പ്രാവശ്യം. അതാണ് പഠിപ്പിച്ചത്. അത് പറഞ്ഞിട്ട് വഴി മാറ്റിക്കളഞ്ഞു, ദുർവ്യാഖ്യാനം ചെയ്ത് വേറെ എന്തോ ആക്കിയിട്ട് മൊയ്തീൻ ശൈഖിനെ വിളിച്ചോണ്ടിരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ വല്ല വേണം. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എന്ത് പറയണം? ഫർദ് നിസ്കരിക്കുന്നു, സലാം വീട്ടിയ ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം 3 പ്രാവശ്യം പറയാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. തങ്ങളും അത് തന്നെയാ പറഞ്ഞത്, അള്ളാഹുവിലേക്ക് മടങ്ങാൻ. ഇത് വേറെ സാധനം. ഈ കളിയൊന്നും ഓടൂല, ഈ കളി ഓടൂല. അള്ളാഹുവിന്റെ അടുക്കൽ ഈ തട്ടിപ്പൊന്നും നടക്കൂല. വമകറു വമകറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. എത്ര വലിയ കടുത്ത തട്ടിപ്പ് നടത്തിയാലും നടക്കൂല. വഇൻ കാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ. വലിയ ഉഹദ് മലയെ തള്ളി നീക്കുന്ന തരത്തിലുള്ള പർവ്വതം പോലെയുള്ള ചതിവും കൊണ്ട്, വഞ്ചനയും കൊണ്ട്, തെളിവും കൊണ്ട് വന്നാലും നീങ്ങൂല. അല്ലാഹു തആല പിടിക്കും, വിടൂല ആരെയും. അതുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കും. ഈ ഈമാനാണ് അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹ്. അള്ളാഹുവിനെ വിശ്വസിക്കണം, അള്ളാഹുവിനെ ഇങ്ങനെ മനസ്സിലാക്കണം. മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിനെ കാണണം, അള്ളാഹുവിലേക്ക് വരവേൽപ്പിക്കണം, അള്ളാഹുവിനോട് സഹായം തേടണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മ കാണിക്കണം, അള്ളാഹുവിനോട് വിനയത്തോടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം. എന്നിട്ട് കരഞ്ഞ് തല കുനിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തി അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യണം. യാ റബ്ബി യാ റബ്ബി. ആ ദുആ ചെയ്ത അള്ളാഹ് സ്വീകരിക്കും, കാര്യങ്ങൾ നടത്തിത്തരും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗ്രാമീണന്മാർ വന്ന് ചോദിച്ചപ്പോ അള്ളാഹനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാ. ഏത് അള്ളാഹയാണെന്ന് അറിയാമോ? അല്ലദീ ഇദാ ദഅാക ഇദാ ദഅൗത ഫഅജാബക. നീ എവിടെ വെച്ച് വിളിക്കുന്നോ നിനക്ക് ഉത്തരം ചെയ്യും. നീ കാട്ടിലോ എവിടെയെങ്കിലോ ആയിപ്പോയി, ആരും സഹായിക്കാനില്ല, നീ സഹായം തേടി, ആ അള്ളാഹു നിന്നെ സഹായിക്കും, അവിടെ നിനക്ക് സഹായം തരും. അങ്ങനത്തെ അള്ളാഹ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോൾ തട്ടിയിട്ട് പറഞ്ഞു, മോനെ നീ വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിച്ച അല്ലാഹുവിനോട് ചോദിക്ക്, സഹായം തേടിയാൽ അല്ലാഹുവിനോട് സഹായം തേട്. വേറെ ആരോടും സഹായം തേടിയിട്ട് കാര്യമില്ല, ആരോടും ചോദിച്ചാൽ കിട്ടുകയില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പഠിച്ചവനെ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് കൈയും കെട്ടി എന്ന് ദിവസം 17 പ്രാവശ്യം പറയും. എന്നിട്ട് ആവശ്യം വരുന്ന സമയത്ത്
വേറെ എവിടെയെങ്കിലും പോകും, വിളക്കും കത്തിച്ച് സാമ്പ്രാണി തിരിയുമായിട്ട് ചന്ദനം തിരിയുക, അതുകൊണ്ടേ കത്തിച്ചു വെക്കും. തിരി കത്തിച്ചു വെക്കാൻ പാടില്ല മയ്യത്തിന്റെ അടുക്കൽ, പള്ളിയിൽ ഒട്ടും പാടില്ല. ചന്ദനത്തിരി എന്ത് സാധനം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ചാണകം നജസാണോ അതോ താഹിറായ സാധനമാണോ? ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു ദിവസം ഉണക്ക ചാണകം കൊണ്ടുവന്ന് കത്തിച്ചിട്ട് ഇവിടെ ഇരുന്നാൽ നിങ്ങൾ എന്നെ വെച്ചേക്കോ? പള്ളിയിൽ ചാണകം നജസാണ്, അതിനെ പള്ളിയിൽ ആരെങ്കിലും തേച്ച് വെച്ചാൽ അവൻ കാഫിറായി പോകും. അപ്പൊ പള്ളിക്ക് നേർച്ച വരുന്നത് ചാണകമാണ്. ഇത് ഹിന്ദുക്കളുടെ ആചാരമാണ്. അവരുടെ ദൈവങ്ങൾക്ക് പിശാചിന് നജസ ഇഷ്ടം. അതുകൊണ്ട് പിശാച് പ്രേരിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ചന്ദനത്തിരി അവിടെ കൊണ്ടേ പോയിക്കാൻ, ചാണകം പോയിക്കാൻ. അത് നജസീകരണം പറഞ്ഞതാ. കക്കൂസി പോകുമ്പോ എന്താ പറയുന്നത്? പടച്ചവനെ, ആണും പെണ്ണുമായ പിശാച് ഇതിന്റെ അകത്ത് കയറി ഇരിപ്പണ്ട് തീട്ടം നിന്ന് അവന്മാരിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അപ്പൊ അവർക്ക് ചാണാറും കാട്ടുമൊക്കെ ആവശ്യം. അതുകൊണ്ടാണ് കക്കൂസി പോകുമ്പോ അല്ലാഹുമ്മ ഔദുബിക മിനൽ ഖുബുസി വൽ ഖബായിസ് പറയാൻ പറഞ്ഞു. ഈ പിശാചിന് ഇഷ്ടം ചാണാൻ പോയിക്കലാണ്. അതുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് പൊയ്ക്കാൻ വേണ്ടി, നേർച്ചയാക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ ആചാരമായിട്ട് നടത്തി വെച്ചിരുന്ന കാര്യം മുസ്ലിമീങ്ങൾ എടുത്തതാ. സുഗന്ധം പൊയ്ക്കാം, പള്ളിയിൽ സുഗന്ധം, നല്ല സാമ്പ്രാണി, നല്ല കസ്തൂരി, അതുപോലത്തെ ചന്ദനം, തടികൾ, അതിന്റെ പൊടികൾ കൊണ്ടുവന്ന് പോയിക്കും, കുഴപ്പമില്ല, നല്ലതാണ്, മണത്തിനുള്ളത്. ഈ ചാണകം കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കരുത്, പള്ളിയിൽ വെക്കാൻ പാടില്ല, അത് നേർച്ചയാക്കാനും പാടില്ല. ആരെങ്കിലും കൊച്ചുങ്ങളെ സൂര്യ കാത്തുമെടുത്ത് പോഞ്ഞുകൊണ്ട് അവരിയാൾക്ക് നേർച്ച കൊടുക്കൂ. പശുവിന്റെ ചാണകത്തെക്കാളും നല്ലതല്ലേ പിള്ളേരുടെ ആണെങ്കിൽ? എത്ര ഇഷ്ടമായിരിക്കും ഉമ്മമാർക്ക്, അതുകൊണ്ടേ കൊടുക്കാൻ പോരെ. അതുകൊണ്ട് പള്ളിക്ക് ഇത് പൊതിഞ്ഞു കൊണ്ടുവന്ന് കൊടുക്കരുത്, ഔലിയാക്കൾക്ക് കൊണ്ടേ കൊടുക്കരുത്, ഖബറിന്റെ അടുക്കൽ കത്തിക്കരുത്, മയ്യത്തിന്റെ അടുക്കൽ കത്തിക്കരുത്. മയ്യത്തിന്റെ അടുത്തും തിരി കത്തിച്ചു വെക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾ യാസീൻ ഓതുന്ന സ്ഥലത്ത്, ഖുർആൻ ഓതുന്ന സ്ഥലത്ത് തിരിയൊന്നും കത്തിച്ചു വെക്കരുത്. നല്ല തിരിയാണ്, വെറും സുഗന്ധം മാത്രമുള്ളതാണ്, നല്ല സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ് എന്ന് ഉറപ്പുണ്ട്, കത്തിച്ചോളി, കുഴപ്പമില്ല. കാരണം മണത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതല്ല, അഴുക്കുകൾ കൊണ്ടുണ്ടാക്കുന്നതാണ്, നജസാണ്. ഇത് പള്ളിയിൽ കയറ്റാൻ കൊള്ളില്ല. ഇതൊക്കെ ഇപ്പൊ ഇത് നേർച്ചയും പുണ്യവും. ഹറാമെല്ലാം പുണ്യമായി, ഹലാലെല്ലാം തടയപ്പെട്ട കാര്യം, ചെയ്യാൻ പാടില്ല. ഹലാലൊക്കെ ദീനിന് പുറത്ത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ നാളെ പറഞ്ഞുണ്ടാക്കും തിരി കത്തിക്കാൻ പാടില്ല, ഔലിയാക്കളുടെ തിരി കത്തിക്കാൻ പാടില്ല എന്ന് ഇയാൾ പറഞ്ഞു. അയാൾ പുതിയതാ പറയണത്, പുതിയത് തന്നെയാ പറയുന്നത്. കേട്ട് പഴക്കമില്ലാത്തത് കൊണ്ട് പുതിയതെന്ന് തോന്നുന്നതാണ്. ഞാൻ എന്ത് ചെയ്യാനാ? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാലം വരും, അന്ന് ഇങ്ങനെ വല്ല കാര്യമൊക്കെ പറയുമ്പോ എടോ പുതിയത് പറഞ്ഞുകൊണ്ട് വന്നേക്കണം, എല്ലാം മാറ്റാൻ വന്നേക്കണം. ഇതുവരെയും കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അത്തത്താമാരുടെ കാലം പോലെ കേട്ടേക്കുന്നതാ. കൊച്ചു പിള്ളേര് ഞങ്ങൾ കൊച്ചിലേ വളർന്നപ്പോഴേ ഇങ്ങനെ വന്നതാ. കാരണവന്മാരും ഇത് തന്നെ കണ്ടത്. ചെറുപ്പക്കാരും കൊച്ചുങ്ങളും കാരണവന്മാരും എല്ലാം കൂടെ തിരിക്കും, എല്ലാം കൂടെ മാറ്റി എന്ന് പറഞ്ഞ് അതുണ്ടാകും. കൈഫബിക്കും ലബിസക്കും ഫിത്നത്തുൻ യർബു ഫീഹൽ സഗീറു വയഖറബു ഫീഹൽ കബീറു വതുത്തഖദു സുന്നതൻ ഫഇൻ ഗയ്യറത് യൗമൻ ഖീല ഹാദാ മുൻകർ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിന് മാറ്റം വരുത്തിയ ഭയങ്കര എന്താണോ പുതിയ കാര്യം കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കൂടി പറയും, ഞങ്ങൾ കൊച്ചിലെ പോലെ കണ്ടതാ, അത്തത്താമാർക്ക് വരെ ഓർമ്മയുണ്ട്, ഇപ്പോഴും അതാ ചെയ്യണമെന്ന്, ഇത് മോശമാണ് എന്ന് പറയും. എപ്പോഴാ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ സംഭവം എന്ന് ചോദിച്ചു സഹാബി. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എപ്പോ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഖീല വമതാ ദാലിക യാ റസൂലല്ലാഹ്, ഇങ്ങനത്തെ കുഴപ്പമൊക്കെ എപ്പോ ഉണ്ടാകും തങ്ങളെ ചോദിച്ചു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖല്ലത് ഉമനാഉകും വകസറത് ഖുതബാഉകും وقلت فقهاؤكم وكثرت قراؤكم وتعلم لغير الدين والتمست الدنيا بعمل الآخرة. വിശദീകരണമൊക്കെ ആദ്യം നിങ്ങളോട് ചോദിച്ചു നോക്കൂ, ഞാൻ പറയുന്നില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരുപാട് ആളുകൾ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ കുഴപ്പമുണ്ടാകും. ദീനിന്റെ വിവരമുള്ള ആൾക്കാർ കുറഞ്ഞു പോകും, പ്രസംഗിക്കാൻ ഒരുപാട് ആൾ കാണും. ഖുർആനും ഹദീസും അറിയാവുന്ന ആളുകൾ ഒത്തിരി പേര് കാണും. പക്ഷെ ദീനിനെ നേരായ നിലയിൽ പറഞ്ഞു കൊടുക്കുന്ന വിശ്വസ്തന്മാരായ ആളുകൾ കുറഞ്ഞു പോകും. ദീനിന്റെ ഇൽമ ദുന്യാവിന്റെ ആവശ്യത്തിന് വേണ്ടി പഠിക്കുന്ന കാലം വരും. ആഖിറത്തിന്റെ അമൽ ചെയ്തിട്ട് ദുന്യാവിന്റെ ഫലം തേടുന്ന കാലവും വരും. അങ്ങാണ് ഇതുണ്ടാവുക എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വിവരിച്ച് പറയുന്നില്ല, ഇത്രയും മതി. അൽ-ആഖിറു തക്ഫീഹി ഇശാറ. അതുകൊണ്ട് നിർത്തും. അല്ലാഹു തആല മനസ്സിലാക്കാൻ ഭാഗ്യം. അതുകൊണ്ട് ആരെല്ലാം പറഞ്ഞാലും ശരി, ഇതൊക്കെ പുതിയ കാര്യമാണ്, ഇതുവരെയും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാലും അല്ലാഹു തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇത് ഹക്കായ കാര്യം മനസ്സിലാക്കി ഹക്കിന് കീഴ്പ്പെടാൻ തയ്യാറാക്കി ഹക്കിനെ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ തള്ളിക്കളയുക എന്ന് പറയുന്നത് അഹങ്കാരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹങ്കാരം എന്താണ്, കിബർ എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു, ഹക്കിന് കീഴ്പ്പെടാതെ ആളുകളെ നിന്നിട്ട് മാറ്റിക്കളയലാണ്. അൽ കിബറു ബതറുൽ ഹഖി വ ഖംതുൻ നാസ്.
ഇങ്ങനത്തെ കിബർ ആരെങ്കിലും കാണിച്ചാൽ അല്ലാഹു തആല പറഞ്ഞ അവർക്ക് ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകും. മുതകബ്ബിരീങ്ങൾ അവർക്ക് അവരുടെ ചെയ്യുന്ന അമലുകൾ ആകാശത്തിലേക്ക് കയറുക പോലുമില്ല. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين لهم من جهنم مهاد ومن فوقهم غواش وكذلك نجزي الظالمين. അതുകൊണ്ട് ഹക്കിനെ മനസ്സിലാക്കി ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഈമാൻ എന്താണെന്ന് നേരായ നിലയിൽ മനസ്സിലാക്കി അള്ളാഹുവിനെ ശരിയായി വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ കൂടി അള്ളാഹുവിനെ പരിചയപ്പെടുകയും അള്ളാഹുവിന്റെ സിഫാത്തുകളെ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുകയും അള്ളാഹ് എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകണം, ശരീരത്തിന് സ്വസ്ഥത കിട്ടണം. അള്ളാഹുവിലേക്ക് സമാധാനവും മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല, നമ്മുടെ ബുദ്ധിക്ക് പറ്റിയതല്ല എന്ന്